നമസ്കാരം, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫോക്കസ് ഏരിയ 2021 എന്ന വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ SLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ഒന്നാമത്തെ വീഡിയോയിൽ പാഠ് പ്രോക്തി രചയിത എന്നുള്ള കാര്യവും അതുപോലെ തന്നെ 5 പാഠങ്ങളുടെ സാരാംശം, ഈ 5 പാഠങ്ങളിൽ നിന്നുള്ള 100 ലഘുത്തർ പ്രശ്ന, ആദി ലഘുത്തർ പ്രശ്ന എന്നിവയാണ് നമ്മൾ നോക്കിയിരുന്നത്. ഇന്ന് നമ്മൾ ഡയറി, പത്ര, ഈ 5 പാഠങ്ങളിൽ നിന്നുണ്ടായ ഡയറിയും ലെറ്ററുമാണ് നോക്കുന്നത്. ഒരു ഡയറി തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യമേ നോക്കേണ്ടത്. ഒരു ഡയറി എഴുതുമ്പോൾ താരീഖ് അഥവാ തീയതി നിർബന്ധമായും എഴുതണം. അതുപോലെ ആത്മനിഷ്ഠ ശൈലി, അതായത് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, ഞാൻ, എൻ്റെ, എനിക്കുള്ള അഥവാ മേര, മുജെ എന്നിങ്ങനെയുള്ള രീതിയിലെ ഡയറി തയ്യാറാക്കൂ. ഒരു കാരണവശാലും ഡയറി എഴുതുന്ന ആളുടെ പേര് ഡയറിക്കുള്ളിൽ ഒരിടത്തും ഉൾപ്പെടുത്താൻ പാടില്ല. ഡയറി തീരുമ്പോൾ സിഗ്നേച്ചറോ അതുപോലെ തന്നെ ഡയറി എഴുതുന്ന ആളുടെ പേരോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഏതെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡയറി എഴുതുന്നെങ്കിൽ ആ സംഭവത്തെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട്, അതാണ് ഘട്ന പർ അപ്ന വിചാർ എന്ന് പറയുന്നത്. ആത്മനിഷ്ഠ ശൈലി എന്ന് പറയുന്നത് സെൽഫ് സെൻറ്റേർഡ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പ്രഭാവപൂർണ്ണ പ്രസംഗോങ്ക ഉല്ലേഖ്, സന്ദർഭങ്ങളെ വളരെ കൃത്യമായി മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസിങ് ആകുന്ന തരത്തിൽ വിവരിക്കുക എന്നുള്ളതാണ്. ഉചിതമായ ഭാഷാ ശൈലി, ഉചിത് ഭാഷ, സരൽ ഓർ സംക്ഷിപ്ത്, അതായത് ഒരു ഡയറി എഴുതുമ്പോൾ വളരെ സിമ്പിളായിരിക്കണം, അതുപോലെ ചുരുക്കിയായിരിക്കണം എഴുതേണ്ടത്. അതുപോലെ ക്രമബദ്ധത, ഒരു ഡയറി എഴുതുമ്പോൾ ക്രമം അവിടുന്ന് ഇവിടുന്ന് എഴുതാതെ ക്രമമായി, സംഭവങ്ങൾ ക്രമമായി എഴുതണം. അതുപോലെ ഡയറി എഴുതുമ്പോൾ ബോർഡർ നിർബന്ധമായും കൊടുക്കുക. ഡയറിയിൽ നമ്മൾ സാധാരണ ഡയറിയിൽ മാസങ്ങളുടെ പേര് ഒക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ മാസങ്ങളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. മാസങ്ങൾ ഹിന്ദിയിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അഗസ്റ്റ്, സിതംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതുപോലെ ദിവസങ്ങളുടെ പേര് രവിവാർ അല്ലെങ്കിൽ ഇതവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. ഡയറി എഴുതുമ്പോൾ മാസങ്ങളുടെ പേരോ ദിവസത്തിൻ്റെ പേരോ ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന മാസങ്ങളുടെ പേര് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റ് വരാതിരിക്കാൻ ഇത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറയുന്നത്. ഒരു ഡയറി എഴുതുമ്പോൾ നമുക്ക് 3 രീതിയിൽ ഡയറി തയ്യാറാക്കാം. ബോർഡറിനുള്ളിൽ ഏറ്റവും മേളിൽ താരീഖ് എന്നോ ദിനാങ്ക് എന്നോ എഴുതാം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ ബോർഡറിനുള്ളിൽ എഴുതുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഡയറിയാണ് അല്ലെങ്കിൽ ലെറ്ററാണ് എഴുതുന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ ബോർഡറിനുള്ളിൽ ഡയറി, പത്ര അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ സമാചാരം എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്. അങ്ങനെ എഴുതരുത്. ബോർഡറിന് വെളിയിൽ വേണം, അതായത് ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ വേണം ഡയറി എന്നോ പത്ര എന്നോ ഒക്കെ എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ ഡയറിയുടെ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. മോഡൽ എങ്ങനെ എഴുതണം എന്നുള്ളതിൻ്റെ ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. താരീഖ് എന്നോ ദിനാങ്ക് എന്നോ എഴുതിയിട്ട് ഡയറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമതായി തീയതി നേരിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ 12/3/2001 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേപോലെയും നമുക്ക് ഡയറി എഴുതാം. മൂന്നാമതായി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ മാസത്തിൻ്റെ പേരും ദിവസത്തിൻ്റെ പേരും വർഷവും തീയതി സൂചിപ്പിക്കുന്ന അക്കവും ഉൾപ്പെടുത്തി നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഡയറി. ബേല സെ ബിഛുട്നെ കെ കാരൺ സാഹിൽ ബഹുത് ദുഃഖി ഹെ. ബേലയിൽ നിന്ന് അകന്നു പോകുന്നത് കാരണം സാഹിൽ വളരെ ദുഃഖിതനാണ്.
സാഹിൽ കി വിചാരോं को डायरी के रूप में लिखें. സാഹിലിന്റെ ചിന്തകളെ ഡയറിയുടെ രൂപത്തിൽ എഴുതുക. അല്ലെങ്കിൽ जिस दिन 5वीं कक्षा का रिजल्ट आया तब साहिल अपनी डायरी में क्या क्या लिखेगा. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ അന്നേ ദിവസം സാഹിൽ എന്തായിരിക്കും തന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക. സാഹിൽ കി വഹ് ഡയറി കൽപ്പന കർക്കെ ലിഖിए. സാഹിലിന്റെ ആ ഡയറി സങ്കൽപ്പിച്ച് എഴുതുക. ഉത്തരം താരീഖ് ആജ് മേരെ ലിയേ ഖുഷി और दुख का दिन है. ഇന്നെന്നെ സംബന്ധിച്ച് സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ദിവസമാണ്. ആജ് 5वीं कक्षा का रिजल्ट आया. ഇന്ന് 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. मैं और बेला छठी कक्षा में आई. ഞാനും ബേലയും 6ാം ക്ലാസ്സിലേക്ക് കടന്നു. हमारा स्कूल 5वीं तक है. ഞങ്ങളുടെ സ്കൂൾ 5ാം ക്ലാസ് വരെയാണ്. ആകെ दूसरे स्कूल में पढ़ना है. ഇനി ഞങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ പഠിക്കണം. बेला को पूछने से मालूम हो गया कि उसको अपने पापा ने राजकीय कन्या पाठशाला में पढ़ाने का निर्णय किया है. ബേലയോട് ചോദിച്ചിൽ നിന്ന് മനസ്സിലായി അവളെ തൻ്റെ പപ്പ റോയൽ ഗേൾസ് സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. मुझे पिताजी ने अजमेर के हॉस्टल में खड़ाकर पढ़ाने का निर्णय किया है. എന്നെ അച്ഛൻ അജ്മേരിലെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. मैं क्या करूं? ഞാൻ എന്ത് ചെയ്യാൻ? मैं बहुत दुखी हूं. ഞാൻ വളരെ ദുഃഖിതനാണ്. हम दोनों के बीच कितनी गहरी दोस्ती थी. ഞങ്ങൾ തമ്മിൽ എത്ര ആഴമേറിയ സൗഹൃദമായിരുന്നു. हम एक साथ बीरबूटिया खोजते थे. ഞങ്ങൾ ഒരുമിച്ച് ബീർബൂട്ടികളെ അന്വേഷിച്ചിരുന്നു. एक साथ लंगड़ी ठाक खेलते थे. ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കാലിൽ ചാടിയിരുന്നു. जहां जाना है वहां एक साथ जाते थे. എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നു. अब हम अलग अलग स्कूलों में जाएंगे. ഇനിയിപ്പോൾ ഞങ്ങൾ വെവ്വേറെ സ്കൂളുകളിൽ പോകും. कभी कभी छुट्टियों में मिलने का अवसर मिलेगा. ഇനി ഇടയ്ക്കൊക്കെ അവധികൾ ദിവസങ്ങളിൽ മാത്രം കാണാനുള്ള അവസരം കിട്ടും. आज का दिन मैं कभी नहीं भूलूंगा. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. രണ്ടാമത്തെ ചോദ്യം, സാഹിൽ സെ ബിഛുഡ്നെ കെ കാരൺ ബേല ബഹുത് ദുഃഖി ഹൈ. സാഹിൽ നിന്ന് അകന്നു പോകുന്നതിനാൽ ബേല വളരെ ദുഃഖിതയാണ്. ബേല കെ വിചാരോं को डायरी के रूप में लिखिए. ബേലയുടെ ചിന്തകളെ ഡയറിയുടെ രൂപത്തിൽ എഴുതുക. അതിന് തന്നെ മറ്റൊരു ചോദ്യം, ജിസ് ദിൻ 5वीं कक्षा का रिजल्ट आया तब ബേല अपनी डायरी में क्या क्या लिखेगी. അപ്പോൾ 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നപ്പോൾ ബേല എന്തായിരിക്കാം അന്നേ ദിവസം ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക. ബേല കി വഹ് ഡയറി കൽപ്പന കർക്കെ ലിഖിए. ബേലയുടെ ആ ഡയറി സങ്കല്പിച്ച് എഴുതുക. ഉത്തരം താരീഖ് ആജ് മേരെ ലിയേ ഖുഷി और दुख का दिन है. ഇന്ന് എന്നെ സംബന്ധിച്ച് സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ദിവസമാണ്. आज 5वीं कक्षा का रिजल्ट आया. ഇന്ന് 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. मैं और साहिल छठी कक्षा में आए. ഞാനും സാഹിലും 6ാം ക്ലാസ്സിൽ എത്തി. हमारा स्कूल 5वीं तक है. ഞങ്ങളുടെ സ്കൂൾ 5ാം ക്ലാസ് വരെയാണ്. ആകെ दूसरे स्कूल में पढ़ना है. ഇനി മറ്റൊരു സ്കൂളിൽ പഠിക്കണം. मुझे पिताजी ने राजकीय कन्या पाठशाला में पढ़ाने का निर्णय किया है. എന്നെ അച്ഛൻ റോയൽ ഗേൾസ് സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. साहिल को पूछने से मालूम हो गया कि उसके पापा ने अजमेर के हॉस्टल में खड़ाकर पढ़ाने का निर्णय किया है. സാഹിലിനോട് ചോദിച്ചതിൽ നിന്ന് മനസ്സിലായി അവനെ അജ്മേറിലെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. मैं क्या करूं? मैं बहुत दुखी हूं. ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ വളരെ ദുഃഖിതയാണ്. हम दोनों के बीच कितनी गहरी दोस्ती थी. ഞങ്ങൾ തമ്മിൽ എത്രമാത്രം സൗഹൃദമായിരുന്നു. हम एक साथ बीरबूटियां खोजते थे. ഞങ്ങൾ ഒരുമിച്ച് ബീർബൂട്ടികളെ അന്വേഷിച്ചിരുന്നു. एक साथ लंगड़ी ठाक खेलते थे. ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കാലിൽ ചാട്ടം എന്നതായ കളി കളിച്ചിരുന്നു. ജഹാ ജാനാ ഹേ വഹാ ഏക് സാത്ത് ജാത്തെ ഥേ. എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നു. अब हम अलग अलग स्कूलों में जाएंगे. ഇനി ഞങ്ങൾ വെവ്വേറെ സ്കൂളുകളിൽ പോകും. കബി കബി छुट्टियों में मिलने का अवसर मिलेगा. ഇന്നിടയ്ക്കൊക്കെ അവധി ദിവസങ്ങളിൽ മാത്രം കാണാനുള്ള അവസരം കിട്ടും. आज का दिन मैं कभी नहीं भूलूंगी. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. മൂന്നാമത്തെ ചോദ്യം, മാത് സാബ് സുരേന്ദ്രജി കെ വ്യവഹാർ സെ ബേല ബഹുത് ദുഃഖി ഹൈ. ഗണിതാധ്യാപകനായ സുരേന്ദ്രജിയുടെ പെരുമാറ്റത്തിൽ ബേല വളരെ ദുഃഖിതയാണ്. ഈ സന്ദർഭത്തെ ആധാർ പർ ബേല കി ഡയറി തയ്യാർ കരേ. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ബേലയുടെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് ആജ് മേരെ ലിയേ അവിസ്മരണീയ ദിൻ ഹൈ. ഇന്നെന്നെ സംബന്ധിച്ച് മറക്കാനാകാത്ത ഒരു ദിവസമാണ്. ഗണിത് കാ പീരിയഡ്, ഗണിതത്തിന്റെ പീരീഡ്, കണക്കിന്റെ പീരിയഡ്. യാദ് കർനെ മേ ഭി മുझे ഡർ ലഗ്താ ഹൈ. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടി തോന്നുന്നു.
आज भी ഖേൽ ഖണ്ഡി के पीरियड के बाद മാത് സാബ് സുരേന്ദ്ര ജി का पीरियड था. ഇന്നും ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിന് ശേഷം മാത് സാറിന്റെ അല്ലെങ്കിൽ സുരേന്ദ്രജിയുടെ പീരീഡ് ആയിരുന്നു. പെഹ്ലേക്ക് ജैसे आज भी वे कॉपी जानने लगे. എന്നത്തെ പോലെ ഇന്നും അദ്ദേഹം കോപ്പി നോക്കാൻ അല്ലെങ്കിൽ ഹോംവർക്ക് നോക്കുവാനായിട്ട് തുടങ്ങി. ഉन्होंने मेरी कॉपी ले ली. അദ്ദേഹം എൻ്റെ കോപ്പി എടുത്തു, എൻ്റെ ഹോംവർക്ക് എടുത്തു. मेरे गृहपाठ को गलत समझकर उन्होंने मुझे बुलाया. എൻ്റെ ഹോംവർക്ക് തെറ്റെന്ന് കരുതി അദ്ദേഹം എന്നെ വിളിച്ചു. और मेरे बाल पर पकड़ा. എൻ്റെ തലമുടിയിൽ പിടിച്ചു. लेकिन गृहपाठ में कोई गलती नहीं थी. എന്നാൽ ഹോംവർക്കിൽ യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. कुछ समय बाद यह समझकर उन्होंने मुझे छोड़ दिया. കുറച്ച് സമയത്തിന് ശേഷം ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്നെ വിട്ടു. मेरी कॉपी में कोई गलती नहीं है. എൻ്റെ होमवर्किल യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. तो भी कॉपी को मेरे बैठने की जगह की ओर फेंक कर अपनी जगह जाकर बैठने के लिए कहा. എന്നിട്ടും എൻ്റെ കോപ്പി ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ സ്ഥാനത്ത് പോയിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. मैं बहुत भयभीत हुई. ഞാൻ വളരെയധികം ഭയന്നു. मेरे पैर कांप रहे थे. എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. मुझे बहुत शर्म हुआ कि उन्होंने साहिल के सामने ऐसा किया. ഞാൻ വളരെ ലജ്ജിച്ചു. കാരണം അദ്ദേഹം സാഹിലിന്റെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. मैं क्या करूं, अपनी गलती नहीं है. ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ തെറ്റല്ല. तो भी मुझे सुरेंद्र जी के क्रोध का पात्र बनना पड़ा. എന്നിട്ടും എനിക്ക് സുരേന്ദ്രജിയുടെ ദേഷ്യത്തിന് പാത്രമാകേണ്ടി വന്നു. मैं दिन कभी नहीं भूलूंगी. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. നാലാമത്തെ ചോദ്യം, സാഹിൽ अब अजमेर में नए स्कूल के हॉस्टल में है. സാഹിൽ ഇപ്പോൾ അജ്മേറിലെ പുതിയ സ്കൂളിലെ ഹോസ്റ്റലിലാണ്. നയ സ്കൂൾ के प्रथम दिन സാഹിൽ ഡയറി लिखता है. പുതിയ സ്കൂളിലെ ആദ്യ ദിവസം സാഹിൽ ഡയറി എഴുതുകയാണ്. സാഹിൽ की वह डायरी कल्पना करके लिखी. സാഹിലിന്റെ ആ ഡയറി സങ്കല്പിച്ചെഴുതുക. ഉത്തരം, താരീഖ് मैं बहुत उदास हूँ. ഞാൻ വളരെ ദുഃഖിതനാണ്. आज बेला के बिना स्कूल का पहला दिन है. ഇന്ന് ബേലയില്ലാത്ത ആദ്യത്തെ സ്കൂൾ ദിവസമാണ്. आज से हम अलग अलग स्कूल में हैं. ഇന്ന് മുതൽ ഞങ്ങൾ വെവ്വേറെ സ്കൂളുകളിലാണ്. कल मैं अजमेर के इस हॉस्टल में आया. ഇന്നലെ ഞാൻ അജ്മീറിലെ ഈ ഹോസ്റ്റലിൽ വന്നു. ഹോസ്റ്റൽ में और स्कूल में नए दोस्तों को मिला. ഹോസ്റ്റലിലും അതുപോലെ സ്കൂളിലും എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടി. ലേക്കിൻ ബേലാക്ക് സാമനെ കഹാ. പക്ഷേ ബേലയ്ക്ക് മുമ്പിൽ ഇവരെല്ലാം എന്ത്? ബേല ഹി മേരി സച്ചി സഹേലി ഹി. ബേലയാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. മേ സദാ ഹമാരി ദോസ്തി കെ ബാരെ മേ സോച്താ ഹൂം. ഞാൻ എപ്പോഴും ഞങ്ങളുടെ സൗഹൃദത്തെ സംബന്ധിച്ച് ആലോചിക്കും. മേ ഫിർ കബ് ബേല സെ മിലൂംഗ. ഞാൻ ഇനി എപ്പോൾ ബേലയെ കാണും? ഹം കബ് ബീർ ബൂട്ടിയോ കോ ഢൂണ്ടെങ്കെ. ഞങ്ങൾ എപ്പോൾ ബീർ ബൂട്ടികളെ അന്വേഷിക്കും? ഹം കബ് ഏക് സാത്ത് ഖേലെങ്കെ. ഞങ്ങൾ എപ്പോൾ ഒരുമിച്ച് കളിക്കും? ഇൻ വിചാരോ സെ പഠനെ കോ ഭി മൻ നഹി ലഗ്താ ഹൈ. ഈ ചിന്ത കാരണം പഠിക്കുന്നതിന് പോലും തോന്നുന്നില്ല. സുരേന്ദ്രജി ഹമേ പീട്ട് ലേത്തെ തോ ഭി കോയി പർവാഹ് നഹി താ. സുരേന്ദ്രജി ഞങ്ങളെ അടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ആജ് ഹി ബേല കോ ഏക് പത്ര ലിഖ്നാ ഹൈ. ഇന്ന് തന്നെ ബേലയ്ക്ക് ഒരു കത്തെഴുതണം. ബേല ഭി വഹാ ദുഃഖി ഹോഗി. ബേലയും വളരെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. മേരാ പത്ര ഉസ്കോ ആശ്വാസം ദേഗ. എൻ്റെ കത്ത് അവൾക്ക് ആശ്വാസമാകും. മേ അഗ്ലി ഛുട്ടിയോ കി പ്രതീക്ഷ മേ ഹും. ഞാൻ അടുത്ത അവധി കാത്തിരിക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യം, ബേല അബ് രാജകീയ കന്യാ പാഠശാല में പഠിത്തി है. ബേല ഇപ്പോൾ റോയൽ ഗേൾസ് സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പഠിക്കുകയാണ്. നയ സ്കൂൾ കെ പ്രഥം ദിൻ ബേല ഡയറി ലിഖ്തി है. പുതിയ സ്കൂളിലെ ആദ്യ ദിവസം ബേലയും ഡയറി എഴുതുന്നു. ബേല की वह डायरी कल्पना करके लिखी. ബേലയുടെ ആ ഡയറി സങ്കല്പിച്ച് എഴുതുക. ഉത്തരം, താരീഖ് मैं बहुत उदास हूँ. തീയതി, ഞാൻ വളരെ ദുഃഖിതയാണ്. आज साहिल के बिना स्कूल का पहला दिन है. ഇന്ന് സാഹിൽ കൂടാതെയുള്ള സ്കൂളിലെ ആദ്യ ദിവസമാണ്. आज से हम अलग अलग स्कूल में हैं. ഇന്ന് മുതൽ ഞങ്ങൾ വെവ്വേറെ സ്കൂളുകളിലാണ്. ഈ രണ്ട് ഡയറിയിലെയും പല കാര്യങ്ങളും വളരെയധികം സാമ്യം ഉള്ളതാണ്. സ്കൂൾ മേ നയേ ദോസ്തോ കോ മില. സ്കൂളിൽ പുതിയ കൂട്ടുകാരെ കിട്ടി. ലേക്കിൻ സാഹിൽ കെ സാമനെ കഹാ. പക്ഷേ സാഹിലിന് മുമ്പിൽ ഇവരെല്ലാം എവിടെ?
സാഹിൽ ഹി മേരാ സച്ചാ ദോസ്ത് ഹെ. സാഹിലാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. മേ സദാ ഹമാരി ദോസ്തി കെ ബാരെ മേ സോച്തി ഹൂം. ഞാൻ എപ്പോഴും ഞങ്ങളുടെ സൗഹൃദത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നു. മേ ഫിർ കബ് ബേല സെ മിലൂങ്കി. ഞാൻ ഇനി എപ്പോൾ ഈ ബേല സെ എന്നുള്ളത് തെറ്റാണ്. സാഹിൽ സെ മിലൂങ്കി. ഞാൻ എപ്പോൾ സാഹിലിനെ കാണും എന്നാണ് അവിടെ വരേണ്ടത്. ഹം കബ് ബീർ ബോട്ടിയും കൊണ്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോൾ ഇനി ബീർ ബോട്ടികളെ അന്വേഷിക്കും. ഹം കബ് ഏക് സാത്ത് ഖേലെങ്കി. ഞങ്ങൾ എപ്പോൾ ഒരുമിച്ച് കളിക്കും. ഇൻ വിചാരോ സെ പഠനെ കോ ഭി മൻ നഹി ലഗ്താ ഹെ. ഈ ചിന്തകൾ കൊണ്ട് പഠിക്കാൻ മനസ്സ് വരുന്നില്ല. സുരേന്ദ്രജി ഹമേ പീറ്റ് ലേത്തെ തോ ഭി കോയി പർവാഹ് നഹി താ. സുരേന്ദ്രജി ഞങ്ങളെ അടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ആജ് ഹി സാഹിൽ കോ ഏക് പത്ര ലിഖനാ ഹെ. ഇന്ന് തന്നെ സാഹിലിനൊരു കത്തെഴുതണം. സാഹിൽ ഭി വഹാ ദുഃഖി ഹോഗ. സാഹിലും വളരെ ദുഃഖിതനായിരിക്കും. മേരാ പത്ര ഉസ്കോ ആശ്വാസൻ ദേഗ. എൻ്റെ കത്ത് അവന് ആശ്വാസം നൽകും. മേ അഗ്ലി ഛുട്ടിയോങ്കി പ്രതീക്ഷാമേ ഹും. ഞാൻ അടുത്ത അവധികൾ കാത്തിരിക്കുകയാണ്. അടുത്ത 6ാമത്തെ ചോദ്യം. ഛത് സെ ഗിർക്കർ ബേല ഘായൽ ഹുയി. ടെറസിൽ നിന്ന് വീണ് ബേലയ്ക്ക് മുറിവേറ്റു. യേ ദേക്കർ സാഹിൽ കോ ബഡാ ദുഃഖ ഹുവാ. ഇത് കണ്ടിട്ട് സാഹിലിന് വളരെ സങ്കടമായി. ഉസ് ദിൻ സാഹിലിനെ ഡയറി ലിഖി. അന്ന് സാഹിൽ ഡയറി എഴുതി. സാഹിൽ കി വ ഡയറി തയ്യാർ കരേ. സാഹിലിന്റെ ആ ഡയറി സങ്കല്പിച്ചെഴുതുക. ഉത്തരം താരീഖ്. ആജ് ദീപാവലി കി ഛുട്ടിയോ കെ ബാദ് സ്കൂൾ ഖുൽ ഗയ. തീയതി ഇന്ന് ദീപാവലിയുടെ അവധികൾക്ക് ശേഷം സ്കൂൾ തുറന്നു. മേ ബഹുത് ഖുഷ് താ. ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. ബേലയ്ക്ക് ജയ്സെ ബേല കെ സാത്ത് സ്കൂൾ ജാ സക്താ. മുൻപത്തേതുപോലെ ബേലയോടൊപ്പം സ്കൂളിൽ പോകാൻ കഴിയുമല്ലോ. സ്കൂൾ ജാനെ കെ രാസ്തേ പർ ബേല സെ മില. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ബേലയെ കണ്ടു. യേ ക്യാ ഹുവാ ഉസേ ദേഖ്തേ മേ പരേശാൻ ഹുവാ. ഇത് എന്തു പറ്റി? അവളെ കണ്ടപ്പോൾ തന്നെ ഞാൻ പരിഭ്രാന്തനായി. ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്ധി ഹെ. ബേലയുടെ തലയിൽ വെളുത്ത ബാൻഡേഡ് കെട്ടിയിട്ടുണ്ട്. പൂച്ഛനെ പർ മാലൂം ഹുവാ കി വോ ഛത് സെ ഗിർ ഗയി. ചോദിച്ചപ്പോൾ മനസ്സിലായി അവൾ ടെറസിൽ നിന്ന് വീണു. ലേക്കിൻ ബേലാക്കോ കോയി പർവാ നഹി ഥാ. എന്നാൽ ബേലയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ബേലയ്ക്ക് ജയ്സെ ഗാന്ധി ചൗക്ക് മേ ലംഗടി ഠാങ് ഖേൽനെ കെ ലിയെ വോ തയ്യാർ ഥി. മുൻപത്തേതുപോലെ ഗാന്ധി ചൗക്കില് ഒറ്റക്കാലിൽ ചാട്ടം കളിക്കുന്നതിന് വേണ്ടി അവൾ തയ്യാറായിരുന്നു. ലേക്കിൻ മേ മനാ കർ ദിയ. പക്ഷെ ഞാൻ അവളെ തടഞ്ഞു. ബേലാനെ ജിദ് കി. ബേല നിർബന്ധം പിടിച്ചു. हमने हमेशा की तरह सारे बच्चों के साथ पूरी खेल खंडी लंगड़ी ഠാങ് ഖേല. ഞങ്ങൾ എപ്പോഴത്തെയും പോലെ എന്നത്തെയും പോലെ മറ്റു കുട്ടികളോടൊപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് മുഴുവൻ ഒറ്റക്കാലിൽ ചാട്ടം എന്ന കളി കളിച്ചു. हमें ऐसा लगा कि हमें देखकर गांधी जी की मूर्ति पहले से कुछ अधिक मुस्कुरा रही है. ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെ കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ മുമ്പത്തേക്കാൾ കൂടുതൽ സന്തോഷവാനായിരിക്കുന്നതായിട്ട് തോന്നി. ആജ് അവിസ്മരണീയ ദിൻ ഹെ. ഇന്ന് മറക്കാനാവാത്ത ഒരു ദിവസമാണ്. 7ാമത്തെ ചോദ്യം. സാഹിൽ കി പിണ്ടലിക്ക് ചോട്ട് ദേക്കർ ബേല കോ ബഡാ ദുഃഖ ഹുവാ. സാഹിലിന്റെ ഉപ്പൂറ്റിയിലെ മുറിവ് കണ്ടിട്ട് ബേല വളരെ ദുഃഖിതയായി. ഉസ് ദിൻ ബേലാനെ ഡയറി ലിഖി. അന്ന് ബേല ഡയറി എഴുതി. ബേലയുടെ ആ ഡയറി സങ്കല്പിച്ച് എഴുതുക. ഉത്തരം താരീഖ് മേ ബഹുത് ഉദാസ് ഹൂം. തീയതി ഞാൻ വളരെ ദുഃഖിതനാണ്. 2 दिन के बाद मैं फिर स्कूल आती थी. ഞാൻ വളരെ ദുഃഖിതയാണ് എന്നാണ് വരേണ്ടത്. 2 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും സ്കൂളിൽ വന്നു. രാസ്തേ മേ സാഹിൽ കോ ദേഖ. വഴിയിൽ വെച്ച് ഞാൻ സാഹിലിനെ കണ്ടു. ഉസേ ദേഖർ മേ ഹൈറാൻ ഹുവാ. അവനെ കണ്ടിട്ട് ഞാൻ വളരെ പരിഭ്രാന്തയായി. ഉസ്കി പിണ്ടലി മേ ചോട്ട് ലഗി ഹെ. അവന്റെ ഉപ്പൂറ്റിയിൽ മുറിവേറ്റിരിക്കുന്നു. रविवार को अपने घर के सामने स्टूल पर चढ़कर नीम के पेड़ की डाली पकड़कर झूमता था. ഞായറാഴ്ച ദിവസം വീടിന് മുൻപിലുള്ളതായ വേപ്പ് മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് ആടുന്നതിന് വേണ്ടി സ്റ്റൂളിൽ കയറി നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ സ്റ്റൂളിൽ കയറി വേപ്പ് മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് ആടുകയായിരുന്നു. തബ് സ്റ്റൂൾ ടൂട്ട് ഗയി. അപ്പോൾ സ്റ്റൂൾ പൊട്ടിപ്പോയി. സ്റ്റൂൾ കി ഏക് കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗി. സ്റ്റൂളിന്റെ ഒരു ആണി സാഹിലിന്റെ ഉപ്പൂറ്റിയിൽ തുളഞ്ഞു കയറി. 1 इंच ഗഹറ ഗഡ്ഡ ഹോ ഗയ. 1 ഇഞ്ച് ആഴമുള്ള കുഴി ഉണ്ടായി. ഉസ്കോ കിത്നി പീഡ ഹോഗി. അവന് എത്ര വേദന ഉണ്ടാവും. യേ ദേക്കർ മുझे ബഡാ ദുഃഖ ഹുവ. ഇത് കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി.
लेकिन साहिल को कोई परवाह नहीं था. പക്ഷെ സാഹിലിനൊരു പ്രശ്നവും ഇല്ലായിരുന്നു. യഹ ഏക് അവിസ്മരണീയ ദിൻ ഹെ, ഇത് മറക്കാനാകാത്ത ഒരു ദിവസമാണ്. എട്ടാമത്തെ ചോദ്യം, ബീർ ബോട്ടി കഹാനി പഠനെ കെ ബാദ് ആപ് ഡയറി ലിഖ്നെ കെ ലിയെ ബൈഠെ. ബീർ ബോട്ടി എന്ന കഥ വായിച്ചതിന് ശേഷം താങ്കൾ ഡയറി എഴുതാനായി ഇരുന്നു. ആപ്കി വഹ് ഡയറി തയ്യാർ കരേ. താങ്കളുടെ ഡയറി സങ്കല്പിച്ച് എഴുതുക. നിങ്ങൾ സ്വയം ഡയറി എഴുതുന്നതിനെ കുറിച്ചാണ് ചോദ്യം. ഉത്തരം, താരീഖ്, मेरी कक्षा में पिछली 3 दिनों से हिंदी अध्यापक जी ने बीर बुहटी नामक कहानी पढ़ाई. എൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഹിന്ദി അധ്യാപകൻ ബീർ ബൂട്ടി എന്ന കഥ പഠിപ്പിച്ചു. बहुत अच्छी कहानी थी, വളരെ നല്ല കഥയായിരുന്നു. 5वीं कक्षा के 2 छात्रों की सच्ची मित्रता की कहानी. 5ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളുടെ യഥാർത്ഥ സൗഹൃദത്തിന്റെ കഥ. साहिल और बेला एक साथ चलते हैं, एक साथ पढ़ते हैं और एक साथ वीर बुहूटियों को ढूंढते हैं. സാഹിലും ബേലയും ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് ബീർ ബുഹുട്ടികളെ അന്വേഷിക്കുന്നു. कहानी के अंत में इस प्रकार है कि 5वीं कक्षा का रिजल्ट आता है और दोनों 6ठी कक्षा में आते हैं. കഥയുടെ അവസാനം ഈ പ്രകാരത്തിലാണ്. 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്നു, രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നു. लेकिन उनका स्कूल 5वीं तक ही है. പക്ഷേ അവരുടെ സ്കൂൾ 5ാം ക്ലാസ് വരെയാണ്. വേ അലഗ് അലഗ് സ്കൂളോ മേ ജാനെ കി തയ്യാരി മേ ഹെ. അവർ വെവ്വേറെ സ്കൂളുകളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇസ് കാരണം ദോനോ ബഡി ദുഃഖി ഹോത്തെ ഹെ. ഈ കാരണത്താൽ രണ്ടുപേരും വളരെ സങ്കടത്തിലാണ്. ഏക് മർമ്മസ്പർശി കഹാനി. ഇതൊരു ഹൃദയസ്പർശിയായ കഥയാണ്. 9ാമത്തെ ചോദ്യം, കവിനെ ഹതാശ് വ്യക്തി കോ ദേഖ. കവി ദുഃഖിതനായ ഒരു വ്യക്തിയെ കണ്ടു. हताशा से एक व्यक्ति बैठ गया था नामक टिप्पणी के आधार पर कवि विनोद कुमार शुक्ल की डायरी तैयार करें. हताशा से एक व्यक्ति बैठ गया था എന്ന ആസ്വാദന ടിപ്പണി അടിസ്ഥാനമാക്കി കവി വിനോദ് കുമാർ ശുക്ലിന്റെ ഡയറി സങ്കല്പിച്ച് എഴുതുക. ഉത്തരം, താരീഖ്, ആജ് മേ ദുകാൻ കി ഓർ ചൽ രഹാ था. ഇന്ന് ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബ് ഏക് ജഗഹ പർ ഏക് വ്യക്തി ബൈഠത്തെ ഹുയെ ദേഖാ. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഇരിക്കുന്നതായി കണ്ടു. വഹ നിരാശ് ദീഖ് പട. അയാൾ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. മേ ഉസെ നഹി ജാൻതാ ഥാ. അയാളെ ഞാൻ അറിയില്ലായിരുന്നു. മേ ഉസ്കെ പാസ് ആയ. ഞാൻ അയാളുടെ അടുക്കൽ വന്നു. മേനെ ഉസ്കി ഓർ ഹാത്ത് ബഠായ. ഞാൻ അയാളുടെ നേരെ കൈ നീട്ടി. വ മേരാ ഹാത്ത് പകഡ്കർ മേരെ സാത്ത് ചല. അയാൾ എൻ്റെ കൈ പിടിച്ച് എന്നോടൊപ്പം നടന്നു. മേരാ യേ കാം ഉസെ ആശ്വാസൻ ഹുവാ ഹോഗ. എൻ്റെ ഈ പ്രവൃത്തി അയാളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും. ഹംനെ ഇസ്കെ പേലെ കഭി ദേഖാ ഭി നഹി ഥാ. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. കിസി കി ഹതാശ ജാനനെ കെ ലിയെ ഉസ്കെ നാം, പത, ഉമ്ര, ഓദ ആദി ജാനനെ കി ആവശ്യകത നഹി. ആരുടെയെങ്കിലും ദുഃഖം അറിയുന്നതിന് വേണ്ടി അവരുടെ പേരോ അഡ്രസ്സോ വയസ്സോ ഔദ്യോഗിക പദവിയോ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല. 10ാമത്തെ ചോദ്യം, മിഹിർ और मोरपाल രാജ്മ ചാവൽ और छाछ അദല ബദലി करने का वादा करता है. മിഹിറും മോർപാലും രാജ്മ ചാവലും അതുപോലെ തന്നെ രാജ്മ ചാവൽ എന്ന ആഹാരവും അതുപോലെ മോരും കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി വാക്കു കൊടുക്കുന്നു. ഇനി എല്ലാ ദിവസവും പരസ്പരം കൈമാറ്റം ചെയ്യാമെന്ന് വാക്കു കൊടുക്കുന്നു. ഇസ്കെ ബാരമേ മിഹിർ ഡയറി ലിഖ്താ ഹെ. ഇതിനെ സംബന്ധിച്ച് മിഹിർ ഡയറി എഴുതുന്നു. മിഹിർ കി വാഹ് ഡയറി കൽപ്പന കർക്കെ ലിഖിയെ. മിഹിറിന്റെ ആ ഡയറി, അന്നത്തെ ദിവസത്തെ ഡയറി സങ്കല്പിച്ചെഴുതുക. ഉത്തരം, താരീഖ്, ആജ് മോർപാൽ സ്കൂൾ ആനെ മേ ദേർ ഹോ ഗയ. തീയതി, ഇന്ന് മോർപാൽ സ്കൂളിൽ വരാൻ വൈകി. ഇസ്ലിയെ മേനെ സോച്ചാ കി ആജ് വഹ് നഹി ആയേഗ. അതുകൊണ്ട് ഞാൻ കരുതിയത് അവനൊന്നും വരില്ല എന്നാണ്. ലേക്കിൻ കുച്ച് സമയക്കെ ബാദ് വഹായ. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവൻ വന്നു. വ സാരാ ദിൻ ഛാച്ച് ലാത്താ ഹെ. അവൻ എല്ലാ ദിവസവും മോര് കൊണ്ടിരുന്നു. മേ രാജ്മ ചാവൽ പി. ഞാനാണെങ്കിൽ രാജ്മ ചാവൽ എന്ന ആഹാരവും. ആജ് മേനെ ഉസ്സെ ഛാച്ച് ലേക്കർ പിയ. ഞാൻ ഇന്ന് അവൻ്റെ കയ്യിൽ നിന്ന് മോര് വാങ്ങി കുടിച്ചു. ബദലേമേ ഉസ്കോ രാജ്മ ചാവൽ ദിയ. പകരം ഞാൻ അവന് രാജ്മ ചാവൽ നൽകി. മോർപാൽ ബഹുത് ഖുഷ് ഹുവ. മോർപാൽ വളരെ സന്തോഷവാനായി. വ പേലി ബാർ രാജ്മ ചാവൽ ഖായ ഥാ. അവൻ ആദ്യമായിട്ടാണ് രാജ്മ ചാവൽ കഴിക്കുന്നത്. ഹം ദോനോ ഏക് ഷർത്ത് രഖാ കി ആജ് സെ ഹമാരാ ഭോജൻ അദല ബദലി കരേ. ഞങ്ങൾ രണ്ടുപേരും ഒരു കണ്ടീഷൻ വെച്ചു. ഇന്നു മുതൽ ഞങ്ങളുടെ ഭക്ഷണം പരസ്പരം കൈമാറ്റം ചെയ്യാം. मुझे अद्भुत है कि वह कैसे घर से स्कूल की 15 കിലോമീറ്റർ दूर बिना छलकाए छाछ लाएगा. എനിക്ക് വളരെ അതിശയം തോന്നുന്നു അവൻ
വീട്ടിൽ നിന്ന് സ്കൂൾ വരെയുള്ള 15 കിലോമീറ്റർ ദൂരം തുളുമ്പാതെ എങ്ങനെ മോര് കൊണ്ടുവരും? പൂछते समय उसने कहा कि वह एक जादू है. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അതൊരു മാജിക്കാണ് എന്നാണ്. ആജ് മേരെ ലിയേ ഖുഷി കാ ദിൻ ഹെ. ഇന്നെന്നെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിവസമാണ്. 11ാമത്തെ ചോദ്യം, മോർപാൽ കെ സ്കൂൾ की पढ़ाई 8वीं कक्षा के बाद छूट जाता है. മോർപാലിന്റെ സ്കൂൾ വിദ്യാഭ്യാസം 8ാം ക്ലാസ്സിന് ശേഷം അവസാനിക്കുന്നു. इस कारण से लेखक मिहिर बहुत दुखी होता है. ഈ കാരണത്താൽ ലേഖകനായ മിഹിർ വളരെ ദുഃഖിതനാണ്. ഇസ് ഘട്ടന पर मिहिर की डायरी तैयार करें. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി മിഹിറിന്റെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് ആജ് മേരെ ലിയേ ദുഃഖി ദിൻ ഹെ. ഇന്നെന്നെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ്. ആജ് ഭി സാരേ ദിനോ കി ജൈസെ മോർപാൽ മേരെ ലിയേ ഛാച്ച് ലായ. ഇന്നും എല്ലാ ദിവസത്തെയും പോലെ മോർപാൽ എനിക്ക് വേണ്ടി മോര് കൊണ്ടുവന്നു. ബദലെ में मैंने उसको राजमा चावल दिया. പകരം ഞാൻ അവന് രാജ്മ ചാവൽ നൽകി. മോർപാൽ ने मुझसे कहा कि वह कल से स्कूल नहीं आएगा. മോർപാൽ എന്നോട് പറഞ്ഞു നാളെ മുതൽ അവൻ സ്കൂളിൽ വരില്ല എന്ന്. मैं सुनकर स्तब्ध रह गया. അത് കേട്ടപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയി. വ ഗരീബ് ഹേ തോ ഭി പഠ്നെ മേ ഹോഷിയാർ ഹെ. അവൻ വളരെ ദരിദ്രനാണെങ്കിൽ പോലും പഠിക്കാൻ മിടുക്കനാണ്. മുझे तो स्कूल जाना पसंद नहीं. എനിക്കാണെങ്കിലോ സ്കൂളിൽ പോകാൻ ഇഷ്ടമേ ഇല്ല. മോർപാൽ കൽ സേ അപ്നെ പിതാ കെ സാത്ത് ഖേത് മജൂരി കർനെ ജായേഗ. നാളെ മുതൽ മോർപാൽ തൻ്റെ അച്ഛനോടൊപ്പം കൃഷി ചെയ്യുന്നതിനായി പോകും. മേ മോർപാൽ കി ദോസ്തി കെ കാരണം ഹി സ്കൂൾ ജാത്താ ഥാ. ഞാൻ മോർപാലിന്റെ സൗഹൃദം കാരണമാണ് സ്കൂളിൽ പോകാറുണ്ടായിരുന്നത്. കൽസെ മേ കേസെ സ്കൂൾ ജാവും. നാളെ മുതൽ ഞാൻ ഇനി എങ്ങനെ സ്കൂളിൽ പോകും? കിസ്സെ ദോസ്തി കരും. ഞാൻ ആരോട് കൂട്ടുകൂടും? മേ ബോധ് ഉദാസു. ഞാൻ വളരെ ദുഃഖിതനാണ്. 12ാമത്തെ ചോദ്യം, മോർപാൽ കൽസെ സ്കൂൾ നെഹി ജായേഗ. മോർപാൽ നാളെ മുതൽ സ്കൂളിൽ വരില്ല. വ ബോധ് ദുഃഖി ഹെ. അവൻ വളരെ ദുഃഖിതനാണ്. ഈ സന്ദർഭ മോർപാൽ കി ഡയറി തയ്യാർ കരി. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി മോർപാലിന്റെ ഡയറി സങ്കല്പിച്ചെഴുതുക. ഉത്തരം താരീഖ് ആജ് മേരാ ദുഃഖി ദിൻ ഹെ. ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ്. ആജ് സവേരെ പിതാജിനെ കഹാ കി കൽ സെ സ്കൂൾ നെഹി ജായേ. ഇന്ന് രാവിലെ അച്ഛൻ എന്നോട് പറഞ്ഞു നാളെ മുതൽ സ്കൂളിൽ പോകണ്ട എന്ന്. മേരാ പരിവാർ ബഹുത് ഗരീബ് ഹെ. എൻ്റെ കുടുംബം വളരെ ദരിദ്രമാണ്. इसलिए कल से पिताजी के साथ खेत मजूरी करने जाना है. അതുകൊണ്ട് നാളെ മുതൽ അച്ഛനോടൊപ്പം കൃഷി ചെയ്യുന്നതിനായി പോകണം. अब मैं 8वीं कक्षा में हूँ. ഇപ്പം ഞാൻ 8ാം ക്ലാസ്സിലാണ്. मुझे आगे पढ़ने का शौक है. എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള താല്പര്യമുണ്ട്. मैं स्कूल जाए बिना मिहिर को कैसे मिलूंगा. ഞാൻ സ്കൂളിൽ പോകാതിരുന്നാൽ മിഹിറിനെ എങ്ങനെ കാണും? मेरे दोस्तों में सबसे जिगरी दोस्त मिहिर ही है. എൻ്റെ കൂട്ടുകാരിൽ ആത്മാർത്ഥ സുഹൃത്ത് മിഹിർ തന്നെയാണ്. ഉസ്സേ രാജ്മ ചാവൽ കേസെ ഖാവുക. അവനിൽ നിന്ന് ഞാൻ രാജ്മ ചാവലിനെ എങ്ങനെ കഴിക്കും? മേരെ ജൈസെ മിഹിർ ഭി ദുഃഖി ഹോഗ. എന്നെ പോലെ മിഹിറും ദുഃഖിതനായിരിക്കും. മുझे सिर्फ एक जोड़ा नीली खाकी യൂണിഫോം ഹി थी. എന്നെ സംബന്ധിച്ച് ആകെ എനിക്ക് ഒരു ജോഡി നീലയും ഖാക്കിയും നിറത്തിലുള്ള യൂണിഫോമേ ഉണ്ടായിരുന്നുള്ളൂ. തഭി സാരേ ദിൻ സ്കൂൾ ജാന പസന്ത് ഥാ. എന്നിട്ടും എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നു. ആകെ മേ ക്യാ കറൂം. ഇനി ഞാൻ എന്ത് ചെയ്യും? 13ാമത്തെ ചോദ്യം, അയാം കലാം സിനിമ കെ അന്ത് മേ ഛോട്ടു കാ സപ്ന സാകാർ ഹോത്താ ഹെ. അയാം കലാം എന്ന സിനിമയുടെ അവസാനം ഛോട്ടുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. ഇസ്കെ ബാരെ മേ ഛോട്ടു കി ഡയറി തയ്യാർ കരെ. ഇതിനെ സംബന്ധിച്ച് ഛോട്ടുവിന്റെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് ആജ് മേരെ ലിയേ അവിസ്മരണീയ ദിൻ ഹെ. ഇന്ന് എന്നെ സംബന്ധിച്ച് മറക്കാനാവാത്ത ദിവസമാണ്. വർഷോ സെ ഹോനെ വാല മേരാ സപ്ന ആജ് സഫൽ ഹുവ. വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. മേരി ഇച്ഛാ ഥി കി ദില്ലി ജാക്കർ കലാംജി സെ മിൽന. എൻ്റെ ആഗ്രഹമായിരുന്നു ഡൽഹിയിൽ പോയി കലാമിനെ കാണുക എന്നത്. വിദേശി ടൂറിസ്റ്റ് ലൂസി മാഡം ने मुझसे कहा था कि वे मुझे दिल्ली ले जाएंगे. വിദേശി ടൂറിസ്റ്റായ ലൂസി മാഡം എന്നോട് പറഞ്ഞിരുന്നു എന്നെ ഡൽഹിയിൽ കൊണ്ടുപോകാമെന്ന്. കലാംജി സെ മിൽനെ കാ അവസർ ഭി ദേങ്കി. കലാംജിയെ കാണാനുള്ള അവസരവും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. ഉസ് സമയ തക് ഇന്തസാർ കർനെ കി ക്ഷമ മുझे नहीं थी. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. इसलिए मैं अकेला दिल्ली गया. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയി. रास्ते में बहुत मुश्किलें हुई. വഴിയിൽ വെച്ച് എനിക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായി. കലാംജി കെ നാം പർ ലിഖി ചിട്ടി മേരി ജേബ് മേ ഥി. കലാംജിയുടെ പേരിൽ എഴുതിയതായ കത്ത് എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. വ കലാംജി കെ ഹാത്ത് മേ ദേനാ ചാഹ. അത് കലാംജിയുടെ കയ്യിൽ കൊടുക്കാൻ ആഗ്രഹിച്ചു. ആജ് വഹ സഫൽ ഹുവ. അതിന്ന് സാധ്യമായി. കലാംജി കെ സാത്ത് ഖഡേ ഹോക്കർ ഏക് ഫോട്ടോ ഭി ലിയ.
കലാംജിയുടെ ഒപ്പം നിന്ന് ഒരു ഫോട്ടോയും എടുത്തു. യെസ്, അനുഭവ് മേരെ ലിയെ വർണ്ണനാതീത് ഹെ. ഈ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് വിവരിക്കാനാവാത്തതാണ്. 14ാമത്തെ ചോദ്യം, രൺ വിജയ് സേ ഉസ്കെ സ്കൂൾ മേ ഭാഷൺ ദേനെ കെ ലിയെ കഹ. രൺ വിജയനോട് അവൻ്റെ സ്കൂളിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. വോ പരേശാൻ ഹുവ, അവൻ വളരെ പരിഭ്രാന്തനായി. ലേക്കിൻ ഛോട്ടുവിനെ ഉസ്കി സഹായതാക്കി, എന്നാൽ ഛോട്ടു അവനെ സഹായിച്ചു. ഇസ്കെ ബാരെ മേ രൺ വിജയ് കി ഡയറി തയ്യാർ കരെ. അതിനെ സംബന്ധിച്ച് രൺ വിജയ് തയ്യാറാക്കുന്ന ഡയറി എഴുതുക. ഉത്തരം, താരീഖ് ആജ് മേരെ ലിയെ ഖുഷി കാ ദിൻ ഹെ. ഇന്നെന്നെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ദിവസമാണ്. മുझे ഹിന്ദി ഭാഷൺ മേ പ്രഥം പുരസ്കാർ മില. ഇന്ന് ഹിന്ദി പ്രസംഗത്തിൽ 1ാം സമ്മാനം കിട്ടി. മേരാ ദോസ്ത് ഛോട്ടു സേ മേ ആഭാർ ഹൂം. എൻ്റെ കൂട്ടുകാരൻ ഛോട്ടുവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പിछले दिन मेरे अध्यापक जी ने कहा कि कल हिंदी में भाषण देना है. കഴിഞ്ഞ ദിവസം എൻ്റെ അധ്യാപകൻ എന്നോട് പറഞ്ഞു നാളെ ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്ന്. മേ പരേശാൻ ഹുവ, ഞാൻ വളരെ പരിഭ്രാന്തനായി. ക്യോങ്കി മേ ഹിന്ദി നഹി ജാൻത, കാരണം എനിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു. അബ് ക്യാ കറൂം, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇസി ചിന്താ സെ ബഹുത് സമയം ബീത് ഗയ. ഈ ചിന്തയിൽ വളരെ സമയം കടന്നുപോയി. ഇത്നമേ മുझे ഛോട്ടു കി യാദായി. ഇതിനിടയിൽ എനിക്ക് ഛോട്ടുവിനെ കുറിച്ച് ഓർമ്മ വന്നു. വ അച്ഛി തരം ഹിന്ദി ജാൻതാ ഹെ, അവന് നന്നായിട്ട് ഹിന്ദി അറിയാം. മേനെ ജൽദി ഉസ്കെ പാസ് ജാക്കർ മേരാ ഹാൽ ബത്തായ. ഞാൻ വേഗം അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ അവസ്ഥ പറഞ്ഞു. ഉസ്നെ മുझे ആശ്വാസം ദിയ, അവൻ എന്നെ ആശ്വസിപ്പിച്ചു. ഹിന്ദി മേ ഏക് അച്ഛ ഭാഷൺ ഭി ലിഖ് ദിയ. ഹിന്ദിയിൽ ഒരു നല്ല പ്രസംഗവും എഴുതി തന്നു. മേനെ ഏക് ഭാഷൺ പഠിക്കർ പ്രസ്തുത കിയ. ഞാൻ ആ പ്രസംഗം പഠിച്ച് അവതരിപ്പിച്ചു. മേരാ ഭാഷൺ സുൻകർ വഹാ ബേഠെ സബ് നെ താലിയാ ബജായി. എൻ്റെ പ്രസംഗം കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൈയടിച്ചു. मैंने मुख्य अतिथि से हिंदी भाषण का प्रथम पुरस्कार स्वीकार किया. ഞാൻ ചീഫ് ഗസ്റ്റിൽ നിന്ന് ഹിന്ദി പ്രസംഗത്തിനുള്ള 1ാം സമ്മാനം സ്വീകരിച്ചു. ഛോട്ടു നഹി ഹോത്താ തോ ക്യാ ഹോത്താ. ഛോട്ടു ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ആജ് കാ ദിൻ മേ കഭി നഹി ഭൂലൂങ്ക. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. 15ാമത്തെ ചോദ്യം, റാണ കെ കാരിന്തോനെ ഛോട്ടു पर चोरी का आरोपण लगाया. റാണയുടെ ഉദ്യോഗസ്ഥർ ഛോട്ടുവിന്മേൽ മോഷണ കുറ്റം ആരോപിച്ചു. ഛോട്ടു ബഹുത് ദുഃഖി ഹുവ. ഛോട്ടു വളരെ ദുഃഖിതനായി. ഇസ് ഘടന കെ ആധാർ पर छोटू की ഡയറി തയ്യാർ കരെ. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ഛോട്ടുവിൻ്റെ ഡയറി തയ്യാറാക്കുക. ഉത്തരം, താരീഖ് ആജ് മേരെ ലിയെ ദുഃഖ് കാ ദിൻ ഹെ. ഇന്നെന്നെ സംബന്ധിച്ച് ദുഃഖത്തിൻ്റെ ദിവസമാണ്. ആജ് ഠാണി കെ റാണ കെ കാരിന്ദേ മേരെ ഘർ മേ ആയി. ഇന്ന് ഠാണിയിലെ റാണയുടെ ഉദ്യോഗസ്ഥർ എൻ്റെ വീട്ടിൽ വന്നു. യഹാ തലാശി ലേനെ पर उनको കുമാർ രൺ വിജയ് की चीजें मिली. ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് രൺ വിജയ രാജകുമാരൻ്റെ വസ്തുക്കൾ കിട്ടി. ഈ ചീസെ മേരെ ലിയെ രൺ വിജയനെ ഹി ദീ थी. ഈ സാധനങ്ങളൊക്കെ രൺ വിജയ് എനിക്ക് തന്നത് തന്നെയായിരുന്നു. ലേക്കിൻ റാണ കെ കാരിന്തോനെ മുझ पर चोरी का आरोप लगाया. എന്നാൽ റാണയുടെ ഉദ്യോഗസ്ഥർ എൻ്റെ മേൽ മോഷണ കുറ്റം ആരോപിച്ചു. മുझे उनसे सजा मिली. എനിക്ക് അവരിൽ നിന്ന് ശിക്ഷ കിട്ടി. मैंने नहीं बताया कि ये चीज़ें रणविजय ने मुझे दी है. ഞാൻ അവരോട് പറഞ്ഞില്ല ഇവയെല്ലാം രൺവിജയ് എനിക്ക് തന്നതാണെന്ന്. ये बताएं तो रणविजय को मेरी दोस्ती के नाम पर दंड मिलेगा. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാനുമായിട്ടുള്ള സൗഹൃദത്തിന് രൺവിജയന് ശിക്ഷ കിട്ടും. इसलिए मैं चुपके से दंड स्वीकार किया. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ തന്നെ ശിക്ഷ സ്വീകരിച്ചു. मैं कुमार रणविजय की दोस्ती छूटना नहीं चाहता हूँ. ഞാൻ രൺവിജയുമായിട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആജ് കാ ദിൻ मैं कभी नहीं भूलूंगा. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. 16ാമത്തെ ചോദ്യം, चार्ली गाना गाते समय मैनेजर एक रूमाल लेकर आया और पैसे बटोरने लगा. ചാർലി പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് മാനേജർ ഒരു കർച്ചീഫുമായി വന്ന് പൈസ ശേഖരിക്കുവാൻ തുടങ്ങി. ഇസ് പ്രസംഗ കെ ആധാർ पर ചാർലി की मां की डायरी तैयार करें. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ചാർലിയുടെ അമ്മയുടെ ഡയറി തയ്യാറാക്കുക. ഉത്തരം, താരീഖ് ആജ് മേരെ ലിയെ അവിസ്മരണീയ ദിൻ ഹെ. ഇന്നെന്നെ സംബന്ധിച്ച് മറക്കാനാവാത്ത ഒരു ദിവസമാണ്. ആജ് മേ പ്രസിഡൻസി ഹാൾ മേ ഭരെ ലോഗോं के सामने गाना गा रही थी. ഇന്ന് പ്രസിഡൻസി ഹാളിൽ നിറഞ്ഞ ഓഡിയൻസിന് മുമ്പിൽ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബ് മേരി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹ് മേ തബ്ദീൽ ഹോഗി. അപ്പോൾ എൻ്റെ ശബ്ദം മുറിഞ്ഞ് പിറുപിറുക്കലായി മാറി. ലോക് ചില്ലാനെ ലഗി. ആളുകളെല്ലാം ബഹളം വയ്ക്കാൻ തുടങ്ങി. മുझे സ്റ്റേജ് സെ ഹട്നെ കോ മജ്ബൂർ കർ ദിയ. എനിക്ക് സ്റ്റേജിൽ നിന്ന്
വിട്ടു പോകേണ്ടതായി വന്നു. മാനേജർ കെ ജിദ് കെ അനുസാർ മേനെ ചാർലി കോ സ്റ്റേജ് पर भेजा. മാനേജറുടെ നിർബന്ധം കാരണം ഞാൻ ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. ഉസ്നെ അപ്നെ തരീക്കെ സെ ജാക്ക് ജോൺസ് കാ ഗാന ഗായ. അവൻ അവൻ്റെതായ രീതിയിൽ ജാക്ക് ജോൺസിന്റെ പാട്ട് പാടി. യേ സുൻകർ സാരെ ദർശക് സ്റ്റേജ് पर पैसे फेंकने लगे. ഇത് കേട്ടിട്ട് എല്ലാ ഓഡിയൻസും സ്റ്റേജിലേക്ക് പൈസ വാരി എറിയാൻ തുടങ്ങി. തബ് ചാർലി ने गाना रोक दिया. അപ്പോൾ ചാർലി പാട്ട് നിർത്തി. ചാർലി ने दर्शकों से बताया कि पैसे बटोरने के बाद गाएगा. ചാർലി ഓഡിയൻസിനോട് പറഞ്ഞു, പൈസ ശേഖരിച്ചതിന് ശേഷം ഞാൻ പാടും. ചാർലിക്ക് മാസൂമിയത്ത് ദേഖകർ ഹോൾ ഹസി ഘർ ബൻ ഗയ. ചാർലിയുടെ നിഷ്കളങ്ക ഭാവം കണ്ടിട്ട് ഹോൾ ഒരു ചിരി ഭവനമായി മാറി. തബ് മാനേജർ एक रूमाल में पैसे बटोरकर സ്റ്റേജ് के पीछे जाने लगा. അപ്പോൾ മാനേജർ ഒരു കർച്ചീഫുമായി വന്ന് പൈസ ശേഖരിച്ചുകൊണ്ട് സ്റ്റേജിന് പിന്നിലേക്ക് പോകാൻ തുടങ്ങി. ये देखकर ചാർലി ने दर्शकों से शिकायत की. ഇത് കണ്ടിട്ട് ചാർലി ഓഡിയൻസിനോട് പരാതി പറഞ്ഞു. ये सुनकर दर्शकों की हंसी बढ़ गई. ഇത് കേട്ടിട്ട് ഓഡിയൻസിന്റെ ചിരി വർദ്ധിച്ചു. मैं अब खुश हूँ कि मैं गा नहीं सकी तो भी ചാർലി से सारे दर्शक खुश हुए. ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്, കാരണം എനിക്ക് പാടാൻ കഴിഞ്ഞില്ലെങ്കിലും ചാർലിയെ കൊണ്ട് എല്ലാ ദർശകരും എല്ലാ ഓഡിയൻസും സന്തോഷവാന്മാരായല്ലോ. 17ാമത്തെ ചോദ്യം. ചാർലിനെ അപ്നി മാ സഹിത് അനേക് ഗായകോं की नकल उतारी. ചാർലി തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള അനേകം ഗായകരെ അനുകരിച്ചു. इसके आधार पर ചാർലി की माँ की डायरी तैयार करें. ഇതിനടിസ്ഥാനമാക്കി ചാർലിയുടെ അമ്മയുടെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ്. ആജ് മേരെ ലിയെ ദുഃഖി ദിൻ ഥാ. ഇന്ന് എന്നെ സംബന്ധിച്ച് ദുഃഖകരമായ ഒരു ദിവസമായിരുന്നു. तो भी ചാർലി के बारे में सोचकर खुशी भी है. എന്നാലും ചാർലിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. आज പ്രസിഡൻസി ഹോൾ में गाना गाते समय मेरी आवाज़ फुसफुसाहट में तब्दील हो गई. ഇന്ന് പ്രസിഡൻസി ഹാളിൽ വെച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശബ്ദം പിറുപിറുക്കലായി മാറി. തബ് മാനേജർ के ആദേശാനുസാർ ചാർലി को സ്റ്റേജ് पर भेजा. അപ്പോൾ മാനേജറുടെ നിർദ്ദേശമനുസരിച്ച് ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. उसने ജാക്ക് ജോൺസ് का गीत गाया. അവൻ ജാക്ക് ജോൺസിന്റെ പാട്ട് പാടി. उसके बाद दर्शकों से बातचीत की. അതിനുശേഷം ഓഡിയൻസിനോട് സംസാരിച്ചു. ഉൻകെ സാമനെ നൃത്യ കിയ. അവരുടെ മുൻപിൽ നൃത്തം ചെയ്തു. മേരെ സഹിത് കൈ ഗായകോं की नकल उतारी. ഞാൻ ഉൾപ്പെടെയുള്ള അനേകം ഗായകരെ അനുകരിച്ചു. യേ സബ് ദേഖകർ ദർശക് ഠാക്ക മാർക്കർ ഹസെ. ഇതെല്ലാം കണ്ടിട്ട് ഓഡിയൻസ് എല്ലാം പൊട്ടിച്ചിരിച്ചു. വേ ചാർലി पर खुश होकर സ്റ്റേജ് पर पैसे फेंकने लगे. അവർ ചാർലിയിൽ സന്തുഷ്ടരായി സ്റ്റേജിലേക്ക് പൈസ വാരി എറിയാൻ തുടങ്ങി. ദർശകനെ ദേർ തക് ഖഡേ ഹോക്കർ താലിയാൻ ബജായി. ഓഡിയൻസ് എല്ലാം വളരെ സമയം എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തു. ചാർലിനെ സാരി ജനത पर ഗുദ്ഗുദി ഫൈലാതി. ചാർലി എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ ഇക്കിളി പരത്തി. ആജ് കാ ദിൻ മേ കഭി നഹീ ഭൂലൂംഗി. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. 18ാമത്തെ ചോദ്യം. 5 साल का ചാർലി സ്റ്റേജ് पर अकेला था. 5 വയസ്സുള്ള ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്കായിരുന്നു. इस प्रसंग के आधार पर ചാർലി की डायरी तैयार करी. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ചാർലി ഡയറി എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതാനിടയുള്ളത് എന്ന് സങ്കല്പിച്ച് എഴുതുക. ഉത്തരം താരീഖ്. ആജ് മേരെ ലിയെ ഖുഷി കാ ദിൻ ഹെ. ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ആജ് മേരി മാ യഹാ കെ പ്രസിഡൻസി ഹോൾ മേ ഗാന ഗാ രഹി ഥി. ഇന്ന് എൻ്റെ അമ്മ ഇവിടുത്തെ പ്രസിഡൻസി ഹാളിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബ് മാ കി ആവാസ് ഫുസ് ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. അപ്പോൾ അമ്മയുടെ ശബ്ദം പിറുപിറുക്കലായി മാറി. യേ സുൻകർ മേ സ്റ്റേജ് കെ പീछे ഖടാ ഹോക്കർ ഹസ്നെ ലഗാ. ഇത് കേട്ടിട്ട് ഞാൻ സ്റ്റേജിൻ്റെ പിന്നിൽ നിന്ന് ചിരിക്കാൻ തുടങ്ങി. മാ കോ സ്റ്റേജ് സെ ഹട്നാ പട. അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് പിന്മാറേണ്ടതായി വന്നു. മാ और മാനേജർ കെ ബീച്ച് ബഹസ് ഹുआ. അമ്മയും മാനേജരും തമ്മിൽ തർക്കമുണ്ടായി. കുച്ച് സമയ കെ ബാദ് മാ ആക്കർ മുझे സ്റ്റേജ് पर ले गई. കുറച്ച് സമയത്തിന് ശേഷം അമ്മ വന്ന് എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. മുझे സ്റ്റേജ് पर अकेला छोड़कर മാ സ്റ്റേജ് കെ പീछे गई. എന്നെ സ്റ്റേജിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് അമ്മ സ്റ്റേജിന് പുറകിലേക്ക് പോയി. മുझे पहले संकोच हुआ. എനിക്ക് ആദ്യം സങ്കോചം തോന്നി. കുച്ച് സമയ കെ ബാദ് ദർശകോं के आगे एक गाना गाया. കുറച്ച് സമയത്തിന് ശേഷം ഓഡിയൻസിന് മുമ്പിൽ ഞാനൊരു പാട്ട് പാടി. യേ സുൻകർ ഉन्होंने സ്റ്റേജ് पर पैसे फेंक दिए. ഇത് കേട്ടിട്ട് അവർ സ്റ്റേജിലേക്ക് പൈസ വാരി എറിഞ്ഞു. मैंने उनके सामने नृत्य किया. ഞാൻ അവർക്ക് മുമ്പിൽ നൃത്തം ചെയ്തു. मेरी माँ सहित अनेक गायकों की नकल उतारी. എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള അനേകം ഗായകരെ അനുകരിച്ചു. സഭി ദർശകോനെ ഖഡേ ഹോക്കർ താലിയാൻ ബജായി. അനേകം എല്ലാ ഓഡിയൻസും എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തു. ഉन्होंने माँ से हाथ मिलाकर मेरी तारीफ की. അമ്മയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകി എന്നെ
പുകഴ്ത്തി പറഞ്ഞു. ഉन्होंने माँ से कहा कि मैं महान कलाकार बनूंगा. അവർ അമ്മയോട് പറഞ്ഞു, ഞാൻ വലിയ കലാകാരനാകുമെന്ന്. ആജ് മേരെ ജീവൻ കാ അവിസ്മരണീയ ദിൻ ഹെ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസം ആണ്. 19ാമത്തെ ചോദ്യം, ചാർലി സ്റ്റേജ് पर पहली बार आया और माँ आखिरी बार. ചാർലി സ്റ്റേജിൽ ആദ്യമായി വരികയും അമ്മ അവസാനമായി വരികയും ചെയ്തു. ദുനിയാക്കെ സബ്സെ ബഡേ ഷോമാൻ കാ യഹ് പേഹ്ലാ ഷോ ഥാ. ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത്. ഇസ് പ്രസംഗക്കെ ആധാർ പർ ചാർലി കി മാ കി ഡയറി തയ്യാർ കരേ. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ചാർലിയുടെ അമ്മയുടെ ഡയറി സങ്കല്പിച്ചെഴുതുക. ഉത്തരം താരീഖ്, ജീവൻ മേ പെഹ്ലി ബാർ മുझे ഹാർ മാനന പട. ജീവിതത്തിൽ ആദ്യമായി എനിക്ക് പരാജയം സമ്മതിക്കേണ്ടതായി വന്നു. മേ പ്രസിഡൻസി ഹാൾ മേ ഗാന ഗാ രഹി ഥി. ഞാൻ പ്രസിഡൻസി ഹാളിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജൽദി ഹി മേരി ആവാസ് ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. പെട്ടെന്ന് എൻ്റെ ശബ്ദം പിറുപിറുക്കലായി മാറി. മേ ബഹുത് നിരാശ് ഹുവാ. ഞാൻ വളരെ നിരാശനായി. मैं मैनेजर के आदेशानुसार मैंने चार्ली को സ്റ്റേജ് पर भेजा. मैं बहुत निराश हुई എന്നാണ്. ഞാൻ വളരെ നിരാശയായി. മാനേജറുടെ നിർദ്ദേശാനുസരണം ഞാൻ ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. ചാർലിനെ ജാക്ക് ജോൺസ് കാ മഷൂർ ഗീത് ഗായ. ചാർലി ജാക്ക് ജോൺസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട് പാടി. ഓർക്കസ്ട്ര വാലെ ചാർലിക്ക് ആവാസ് കെ അനുസാർ ഗാന സജ്ജനെ ലഗ. ഓർക്കസ്ട്ര വായിക്കുന്ന ആളുകൾ ചാർലിയുടെ ഈണത്തിനനുസരിച്ച് ഓർക്കസ്ട്ര വായിക്കുവാൻ തുടങ്ങി. ചാർലി ने दर्शकों के सामने मेरी फुसफुसाहट की नकल उतारी. ചാർലി ഓഡിയൻസിന് മുമ്പിൽ എൻ്റെ പെറുപെറുക്കലിൻ്റെ ശബ്ദം അനുകരിച്ചു. സാത്ത് സാത്ത് അനേക ഗായകോं की नकल उतारी. അതോടൊപ്പം തന്നെ അനേകം ഗായകരെ അനുകരിച്ചു. उसने സ്റ്റേജ് पर नृत्य किया. അവൻ സ്റ്റേജിൽ നൃത്തം ചെയ്തു. അവർ ദർശകോं से बातचीत की. എന്നിട്ട് ഓഡിയൻസിനോട് സംസാരിച്ചു. ചാർലി की मासूमियत पर लोग बहुत खुश हुए. ചാർലിയുടെ നിഷ്കളങ്കതയിൽ ആളുകൾ വളരെ സന്തോഷിക്കുകയും അവർ സ്റ്റേജ് पर पैसे फेंकने लगे. സ്റ്റേജിൽ വളരെയധികം പൈസ വാരി എറിയുകയും ചെയ്യാൻ തുടങ്ങി. उन्होंने देर तक खड़े होकर तालियां बजाई. അവർ വളരെ സമയം എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തു. കൈ लोगों ने मुझसे हाथ मिलाकर चार्ली की तारीफ की. അനേകം ആളുകൾ എനിക്ക് ഷേക്ക് ഹാൻഡ് തന്ന് ചാർലിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. ആജ് സ്റ്റേജ് पर उसका पहला दिन है. ഇന്ന് സ്റ്റേജിൽ അവൻ്റെ ആദ്യത്തെ ദിവസമാണ്. मेरा निश्चय है कि कल से मैं स्टेज पर गाना नहीं गाऊंगी. എൻ്റെ തീരുമാനമാണ്, നാളെ മുതൽ ഞാൻ സ്റ്റേജിൽ പാടില്ല. മുझे विश्वास है कि मेरा बेटा बड़ा एक्टर बनेगा. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മകൻ വലിയൊരു ആക്ടർ ആകുമെന്ന്. അടുത്തത് കത്താണ്. ഒരു കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സാധാരണ കത്ത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇൻഫോർമൽ ലെറ്ററാണ്. സാധാരണ എഴുതുന്ന, അതായത് അച്ഛനോ അമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒക്കെ എഴുതുന്ന രീതിയിലുള്ള കത്താണ് വരുന്നത്. ഇപ്പോൾ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായി സ്ഥാൻ. സ്ക്രീനിൽ കാണുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന ആ നമ്പർ കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൊടുക്കാനുള്ളത്. ഒന്ന് സ്ഥാൻ, 2 സ്ഥലം, 2 തീയതി. ഇവിടെ സ്ഥലപ്പേര് കൃത്യമായി എഴുതാൻ അറിയാവുന്നതാണ് എങ്കിൽ സ്ഥലപ്പേര് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്ഥാൻ എന്ന് കൊടുത്താൽ മതി. അടുത്തത് താരീഖ്, തീയതി എഴുതുകയോ താരീഖ് എന്ന് എഴുതുകയോ ചെയ്യുക. മൂന്നാമതായി സംബോധൻ, നമ്മൾ സംബോധന ചെയ്യുക, പ്രിയമിത്ര അല്ലെങ്കിൽ പ്രിയ പിതാജി, ഇങ്ങനെയൊക്കെ. അതുപോലെ നാലാമതായി വിഷയിക്ക സഹി സംപ്രേഷൻ, അതായത് 4 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതായത് വിഷയത്തെ സംബന്ധിച്ച് ശരിയായ വിവരണം, അത് ഏത് തരത്തിലുള്ളതാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ആത്മനിഷ്ഠ, പ്രസംഗാനുകൂൽ, സ്വാഭാവിക് ഭാഷ. സെൽഫ് സെൻറ്റേഡ് ആയിരിക്കണം. അവിടെ കത്തിൻ്റെ ഏറ്റവും താഴെ മാത്രമേ എഴുതുന്ന ആളുടെ പേര് വരാവൂ, അല്ലാതെ മാറ്റം എഴുതുന്ന ആ ഭാഗത്ത് നമ്മൾ ഞാൻ, എൻ്റെ, എനിക്കുള്ള എന്നിങ്ങനെയുള്ള രൂപത്തിൽ എഴുതാവൂ. അതുപോലെ പ്രസംഗാനുകൂൽ, സന്ദർഭത്തിന് യോജിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം കത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. സ്വാഭാവിക് ഭാഷ, വളരെ നാച്ചുറലായ ഭാഷാ ശൈലിയായിരിക്കണം. അതുപോലെ 5ാമത്തേത് സല്യൂട്ടേഷൻ അഥവാ സ്വനിർദ്ദേശ്. അവിടെ നമ്മൾ ബഹുമാനപൂർവ്വം അല്ലെങ്കിൽ ആദരപൂർവ്വം അല്ലെങ്കിൽ കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ള രീതിയാണ് എഴുതേണ്ടത്. 6ാമതായി ഹസ്താക്ഷർ അഥവാ സിഗ്നേച്ചർ. അവിടെ സിഗ്നേച്ചർ ഇടുകയല്ല വേണ്ടത്, പകരം ഹസ്താക്ഷരം എന്ന് എഴുതുകയാണ് വേണ്ടത്. അതുപോലെ 7ാമതായി പേര് വ്യക്തമായി അറിയാമെങ്കിൽ പേരെഴുതുക, ഇല്ലെങ്കിൽ നാം എന്ന് മാത്രം എഴുതുക. 8ാമതായി മിൽനെ വാലേക്ക പത്ത,
കത്ത് കിട്ടേണ്ട ആളുടെ അഡ്രസ്. ഈ എഴുതിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ തന്നെ വേണം ഇതൊക്കെ എഴുതാൻ. 9ാമതായി കൊടുത്തിരിക്കുന്നത്, കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഇത് കത്തെഴുതുമ്പോൾ ബോർഡർ കൊടുക്കണം. കത്തിൻ്റെ ഫോർമാറ്റ് അതേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. സ്ഥാൻ, താരീഖ്, പ്രിയമിത്ര, അതിലെ വിവരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗത്ത് സ്വനിർദ്ദേശ് കൊടുത്തിരിക്കുന്നു. തുമാര മിത്ര, കോമ, ബ്രാക്കറ്റിൽ ഹസ്താക്ഷർ, അതിൻ്റെ താഴെ നാം. അതിനുശേഷം ചെറിയ ബോക്സിനുള്ളിൽ വേണം കത്ത് കിട്ടേണ്ട ആളുടെ അഡ്രസ് കൊടുക്കാൻ. സേവാമേം, സേവാമേം എന്നുള്ളതിൻ്റെ അർത്ഥം ടു എന്നാണ്. ടു എന്ന് അവസാനിക്കുന്നിടത്ത് നിന്ന് വേണം നാം, പത്ത എന്നിങ്ങനെ കൊടുക്കുവാൻ. 1ാമത്തെ ചോദ്യം, സുരേന്ദ്രജി കെ ബുരെ വ്യവഹാർ കെ ബാരെ മേ സഹേലി കെ നാം ബേല കാ പത്ര സങ്കൽപ് കർക്കെ ലിഖേ. സുരേന്ദ്രജിയുടെ മോശമായ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരിയുടെ പേരിൽ ബേല ഒരു കത്തെഴുതുന്നു. ആ കത്ത് സങ്കല്പിച്ച് എഴുതുക. ഉത്തരം സ്ഥാൻ, താരീഖ്, സ്ഥലം, തീയതി. പ്രിയ സഹേലി, പ്രിയ കൂട്ടുകാരി, തും കേസി ഹോ, നിനക്ക് സുഖമാണോ? സ്കൂൾ കി പഠായി കേസി ഹേ, സ്കൂളിലെ പഠിത്തമൊക്കെ എങ്ങനെ? ആജ് മേരി കക്ഷാമേ ഏക് ഘട്ന ഹുയി, ഇന്ന് എൻ്റെ ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. മേരെ മാത് സാബ് സുരേന്ദ്ര ജി സാരേ ദിനോ കി ജൈസെ ആജ് ഭി സബ്കി കോപ്പി ജാഞ്ചനെ ലഗെ. എൻ്റെ ഗണിതാധ്യാപകനായ സുരേന്ദ്രജി എല്ലാ ദിവസങ്ങളിലെയും പോലെ ഇന്നും ഞങ്ങൾ എല്ലാവരുടെയും കോപ്പി പരിശോധിക്കാൻ തുടങ്ങി. മേരാ ഗൃഹപാഠ് ഗലത് സമജ്കർ ഉन्होंने മേരെ ബാൽ പർ പക്കട. എൻ്റെ ഹോംവർക്ക് തെറ്റ് എന്ന് കരുതി അദ്ദേഹം എൻ്റെ തലമുടിയിൽ പിടുത്തമിട്ടു. ലേക്കിൻ മേരെ ഗൃഹപാഠ് മേ കോയി ഗലത്തി നഹീ थी, എന്നാൽ എൻ്റെ ഹോംവർക്കിൽ യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. കുച്ച് സമയക്ക് ബാദ് വേ യഹ് സമജ് ലിയേ, കുറച്ച് സമയത്തിന് ശേഷം ഇത് അദ്ദേഹം മനസ്സിലാക്കി. അവർ മുझे छोड़ दिया, എന്നിട്ട് എന്നെ വിട്ടു. മേ ബഹുത് ഭയഭീത് थी, ഞാൻ വളരെ ഭയന്നിരുന്നു. മേരെ പേർ കാംബ് രഹേ थे, എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഉन्होंने मेरी കോപ്പി കോ മേരെ ബൈഠ്നെ കി ജഗഹ് ഫേങ്കി, അദ്ദേഹം എൻ്റെ കോപ്പി ബുക്ക് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു. സുരേന്ദ്രജി മുझे पीट लेते तो भी परवाह नहीं था, സുരേന്ദ്രജി എന്നെ അടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ലേക്കിൻ സാഹിൽ കെ സാമനെ ഹോനെ കെ കാരണം മുझे बहुत शर्म लगा, പക്ഷേ സാഹിലിൻ്റെ മുമ്പിൽ വെച്ചായതുകൊണ്ട് എനിക്ക് വല്ലാതെ നാണം തോന്നി. മേ സാഹിൽ കെ സാമനെ സിർ ജുഗാക്കർ ബൈഠ് ഗയി, ഞാൻ സാഹിലിൻ്റെ മുമ്പിൽ തല കുനിച്ചിരുന്നു. തുമാരെ പിതാജി ഓർ മാതാജി കോ മേരാ നമസ്കാർ, നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. ഛോട്ടെ ഭായ് കോ മേരാ പ്യാർ, ഇളയ സഹോദരന് എൻ്റെ സ്നേഹ അന്വേഷണം. തുമാരി ജവാബ് കി പ്രതീക്ഷാമേ തുമാരി സഹേലി ഹസ്താക്ഷർ ബേല, നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ കൂട്ടുകാരി സിഗ്നേച്ചർ ബേല. സേവാമേ നാം പത്ത. 2ാമത്തെ ചോദ്യം, ബേല സേ സുരേന്ദ്രജി കെ ബുരെ വ്യവഹാർ കെ ബാരെ മേ മിത്ര കെ നാം സാഹിൽ കാ പത്ര ലിഖേ. ബേലയോട് ഉള്ള സുരേന്ദ്രജിയുടെ മോശമായ പെരുമാറ്റത്തെ സംബന്ധിച്ച് സാഹിൽ തൻ്റെ കൂട്ടുകാരൻ്റെ പേരിൽ ഒരു കത്തെഴുതുന്നു. ആ കത്ത് സങ്കല്പിച്ചെഴുതുക. ഉത്തരം സ്ഥാൻ, താരീഖ്. പ്രിയമിത്ര, തും കേസേ ഹോ, നിനക്ക് സുഖമാണോ? സ്കൂൾ കി പഠായി കേസി ഹേ, സ്കൂളിലെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ആജ് മേരി കക്ഷാമേ ഏക് ഘട്ന ഹുയി, ഇന്ന് എൻ്റെ ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. ഹമാരെ മാത് സാബ് സുരേന്ദ്ര ജി സാരേ ദിനോ കി ജൈസെ ആജ് ഭി സബ്കി കോപ്പി ജാഞ്ചനെ ലഗെ. ഞങ്ങളുടെ ഗണിതാധ്യാപകനായ സുരേന്ദ്രജി എല്ലാ ദിവസങ്ങളിലെയും പോലെ ഇന്നും ഞങ്ങളുടെയൊക്കെ കോപ്പി പരിശോധിക്കാൻ തുടങ്ങി. ബേല ക ഗൃഹപാഠ് ഗലത് സമജ്കർ ഉസ്കെ ബാൽ പർ പക്കട, ബേലയുടെ ഹോംവർക്ക് തെറ്റ് എന്ന് കരുതി അദ്ദേഹം അവളുടെ തലമുടിയിൽ പിടുത്തമിട്ടു. ലേക്കിൻ ഉസ്കെ ഗൃഹപാഠ് മേ കോയി ഗലത്തി നഹീ थी, എന്നാൽ അവളുടെ ഹോംവർക്കിൽ യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. കുച്ച് സമയക്ക് ബാദ് സുരേന്ദ്രജി ഏ സമജ്കർ ഉസേ ഛോഡ് ദിയ, കുറച്ച് സമയത്തിന് ശേഷം സുരേന്ദ്രജി ഇത് മനസ്സിലാക്കിയിട്ട് അവളെ വെറുതെ വിട്ടു. ബഹുത് ഭയഭീത് थी, അവൾ വളരെ ഭയന്നിരുന്നു. ഉസ്കെ പേർ കാംബ് രഹേ थे, അവളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഉन्होंने കോപ്പി കോ ബേല ബേഷ്നെ കി ജഗഹ് ഫേങ്കി, അദ്ദേഹം കോപ്പി ബേല ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു. സുരേന്ദ്രജി കാ യഹ് വ്യവഹാർ മേരെ സാമനെ ഹോനെ കെ കാരൺ ബേല കോ ബഹുത് ശർം ലഗ, സുരേന്ദ്രജിയുടെ ഈ പെരുമാറ്റം എൻ്റെ മുമ്പിൽ വെച്ചായതുകൊണ്ട് ബേല വളരെ നാണിച്ചു. വ മേരെ സാമനെ സിർ ജുഗാക്കർ ബൈഠ് ഗയി, അവൾ എൻ്റെ മുമ്പിൽ തല കുനിച്ച് ഇരുന്നു. തുമാരെ പിതാജി ഓർ മാതാജി കോ മേരാ നമസ്കാർ, ഛോട്ടെ ഭായ് കോ മേരാ പ്യാർ, നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. ഇളയ സഹോദരൻ എൻ്റെ സ്നേഹ അന്വേഷണം. തുമാരി ജവാബ് കി പ്രതീക്ഷാമേ തുമാരാ മിത്ര ഹസ്താക്ഷർ സാഹിൽ, നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ സിഗ്നേച്ചർ സാഹിൽ. സേവാമേ നാം പത്ത.
മൂന്നാമത്തെ ചോദ്യം സാഹിൽ അജ്മേർ കെ ഹോസ്റ്റൽ മേ ഹെ. സാഹിൽ അജ്മേറിലെ ഹോസ്റ്റലിലാണ്. വഹാസെ ബേല കെ നാം സാഹിൽ കാ പത്ത് ലിഖെ. അവിടെ നിന്ന് ബേലയുടെ പേരിൽ സാഹിൽ എഴുതുന്ന കത്ത് എഴുതുക. ഉത്തരം സ്ഥാൻ, താരീഖ്. പ്രിയ ബേല തും കേസി ഹോ. നിനക്ക് സുഖമാണോ? ഖുഷി സെ ഹോ. സ്കൂൾ കി പഠായി കേസി ഹേ. സുഖമായിരിക്കുന്നുവല്ലോ. സ്കൂൾ കി പഠായി, സ്കൂളിലെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നയേ ദോസ്തോ കോ മില. പുതിയ കൂട്ടുകാരെ കിട്ടിയോ? ഹം ഇസ് പ്രകാർ അലഗ് ഹോനെ സെ 2 മഹീനെ ഹുയി. നമ്മളിങ്ങനെ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് 2 മാസങ്ങളായി. മുझे യഹാ അനേക് നയേ ദോസ്ത് ഹെ. എനിക്കിവിടെ അനേകം പുതിയ കൂട്ടുകാരുണ്ട്. ലേക്കിൻ തുമാരെ ജൈസെ കോയി നഹി ഹെ. പക്ഷേ നിന്നെ പോലെ ആരുമില്ല. തും സദാ മേരി സച്ചി സഹേലി ഹോ. നീ എപ്പോഴും എൻ്റെ നല്ല കൂട്ടുകാരിയാണ്. മേ സദാ തുമാരി യാദ് കർത്താ ഹൂം. ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് ഓർക്കുന്നു. തും മേരെ സാത്ത് ന ഹോനെ കെ കാരൺ മേ ബഡാ ദുഃഖി ഹൂം. നീ എന്നോടൊപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ദുഃഖിതനാണ്. പരീക്ഷ കെ ബാദ് കി ഛുട്ടിയോ മേ ഹം ഫിർ മിലേംഗെ ഏസാ വിശ്വാസി. പരീക്ഷയ്ക്ക് ശേഷമുള്ള അവധി ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം എന്നുള്ള വിശ്വാസമാണ്. തും കഭി കഭി മുझे പത്ര ലിഖോ. ഇടയ്ക്കൊക്കെ നീ എനിക്ക് കത്തെഴുതൂ. യേ മുझे ബഹുത് ആശ്വാസൻ കാ കാര്യം ഹോഗ. ഇത് എന്നെ സംബന്ധിച്ച് വളരെ ആശ്വാസമായിരിക്കും. തുമാരെ പിതാജി ഓർ മാതാജി കോ മേരാ നമസ്കാർ. നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. छोटे भाई को मेरा प्यार. ഇളയ സഹോദരന് എൻ്റെ സ്നേഹാന്വേഷണം. തുമാരി ജവാബ് കി പ്രതീക്ഷ മേ തുമാരാ മിത്ര ഹസ്താക്ഷർ സാഹിൽ. നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ സിഗ്നേച്ചർ സാഹിൽ. സേവാ മേ നാം പത്ത. ബേല അബ് രാജകീയ കന്യാ പാഠശാല മേ. നാലാമത്തെ ചോദ്യമാണ്. ബേല അബ് രാജകീയ കന്യാ പാഠശാല മേ പഠിത്തി ഹെ. ബേല ഇപ്പോൾ റോയൽ ഗേൾസ് സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ പഠിക്കുകയാണ്. വഹാസെ സാഹിൽ കെ നാം പത്ത് ലിഖെ. അവിടെ നിന്ന് സാഹിലിൻ്റെ പേരിൽ എഴുതുന്നതായ കത്ത് എഴുതുക. സ്ഥാൻ, താരീഖ്. പ്രിയ സാഹിൽ തും കേസെ ഹോ. ഖുഷി സെ ഹോ. നിനക്ക് സുഖമാണോ? ഖുഷി കി പഠായി സ്കൂൾ കി പഠായി കേസി ഹേ. സ്കൂളിലെ പഠിത്തമൊക്കെ എങ്ങനെ? നയേ ദോസ്തോ കോ മില. പുതിയ കൂട്ടുകാരെ കിട്ടിയോ? ഹം ഇസ് പ്രകാർ അലഗ് ഹോനെ സെ 2 മഹീനെ ഹുയി. നമ്മൾ ഇങ്ങനെ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് 2 മാസങ്ങളായി. മുझे യഹാ അനേക് നയി സഹേലിയാ ഹെ. എനിക്കിവിടെ അനേകം കൂട്ടുകാരികളുണ്ട്. ലേക്കിൻ തുമാരെ ജൈസെ കോയി നഹി ഹെ. പക്ഷെ നിന്നെ പോലെ ആരുമില്ല. തും സദാ മേരെ സച്ചേ മിത്ര ഹോ. നീ എപ്പോഴും എൻ്റെ നല്ല കൂട്ടുകാരനല്ലേ. മേ സദാ തുമാരി യാദ് കർത്തി ഹും. ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് ഓർക്കുന്നു. തും മേരെ സാത്ത് നാ ഹോനെ കെ കാരൺ ബഡാ ദുഃഖ് ഹെ. നീ എന്നോടൊപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ദുഃഖിക്കുന്നു. പരീക്ഷ കെ ബാദ് കി ഛുട്ടിയോ മേ ഹം ഫിർ മിലേംഗെ. പരീക്ഷയ്ക്ക് ശേഷമുള്ള അവധി ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും കാണും. ഈസ വിശ്വാസി അങ്ങനെ വിശ്വസിക്കുന്നു. തും കഭി കഭി മുझे പത്ര ലിഖോ. നീ ഇടയ്ക്കൊക്കെ എനിക്ക് കത്തെഴുതൂ. യേ മുझे ബഹുത് ആശ്വാസൻ കാ കാര്യം ഹോഗ. ഇതെന്നെ സംബന്ധിച്ച് വളരെ ആശ്വാസമായിരിക്കും. തുമാരെ പിതാജി ഓർ മാതാജി കോ മേരാ നമസ്കാർ. ഛോട്ടെ ഭായി കോ മേരാ പ്യാർ. നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. ഇളയ സഹോദരന് എൻ്റെ സ്നേഹ അന്വേഷണം. തുമാരി ജവാബ് കി പ്രതീക്ഷ മേ തുമാരി സഹേലി ഹസ്താക്ഷർ ബേല. നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ കൂട്ടുകാരി സിഗ്നേച്ചർ ബേല. സേവാ മേ നാം പത്ത. അഞ്ചാമത്തെ ചോദ്യം. പ്രഭാത് കി ബീർ ബഹുട്ടി നാമക് കഹാനി പഠനെ കെ ബാദ് തും അപ്നെ ദോസ്ത് കെ നാം പത്ത് ലിഖ. പ്രഭാത് എഴുതിയതായ ബീർ ബഹുട്ടി എന്ന കഥ വായിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനൊരു കത്തെഴുതുന്നു. ആ കത്ത് സങ്കല്പിച്ചെഴുതുക. ഉത്തരം സ്ഥാൻ, താരീഖ്. प्रिय मित्र तुम कैसे हो? खुशी से हो ना? पढ़ाई कैसे चल रही है? मुझे हिंदी अध्यापक जी ने बीर बहूठी नामक कहानी पढ़ाई. എന്നെ ഹിന്ദി അധ്യാപകൻ ബീർ ബഹൂട്ടി എന്ന പേരിലുള്ള ഒരു കഥ പഠിപ്പിച്ചു. 5वीं कक्षा के 2 छात्रों की सच्ची मित्रता की कहानी. 5ാം ക്ലാസ്സിലെ 2 കൂട്ടുകാരുടെ യഥാർത്ഥ സൗഹൃദത്തിന്റെ കഥ. यह एक मर्मस्पर्शी कहानी है. ഇതൊരു ഹൃദയസ്പർശിയായ കഥയാണ്. इस कहानी के पात्र साहिल और बेला के जैसे हम दोनों सच्चे मित्र हैं. ഈ കഥയിലെ കഥാപാത്രങ്ങളായ സാഹിലിനെയും ബേലയും പോലെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഈ കഹാനി തുമേ പഠനെ കെ ലിയേ ദൂംഗാ. ഈ കഥ ഞാൻ നിനക്ക് വായിക്കാനായിട്ട് തരാം. തുമാരെ പിതാജി ഓർ മാതാജി കോ മേരാ പ്രണാം. ഛോട്ടി ബഹൻ കോ മേരാ പ്യാർ. നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. ഇളയ സഹോദരിക്ക് എൻ്റെ സ്നേഹ അന്വേഷണം. ജവാബ് കി പ്രതീക്ഷ മേ തുമാരാ ദോസ്ത് ഹസ്താക്ഷർ നാം. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ സിഗ്നേച്ചർ പേര്. സേവാ മേ നാം പത്ത.
ആറാമത്തെ ചോദ്യം, कवि ने हताश व्यक्ति को देखा. हताशा से एक व्यक्ति बैठ गया था. टिप्पणी के आधार पर कवि विनोद कुमार शुक्ल अपने मित्र के नाम पत्र लिखते हैं. कवि ദുഃഖിതനായ ഒരു വ്യക്തിയെ കണ്ടു. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ആസ്വാദന ടിപ്പണി അടിസ്ഥാനമാക്കി വിനോദ് കുമാർ ശുക്ല തന്റെ കൂട്ടുകാരൻ ഒരു കത്തെഴുതുന്നു. ഉൻകാ യ പത്ര കൽപ്പന കർക്കെ തയ്യാർ കരേ. അദ്ദേഹത്തിന്റെ ആ കത്ത് സങ്കല്പിച്ചെഴുതുക. ഉത്തരം സ്ഥാൻ, താരീഖ്. प्रिय मित्र, तुम कैसे हो? तुम्हारे पिछले पत्र का जवाब मैं अभी तक लिख न सका. നിനക്ക് സുഖമാണോ? നിന്റെ കഴിഞ്ഞ കത്തിന് മറുപടി എനിക്ക് ഇതുവരെയും എഴുതാൻ കഴിഞ്ഞില്ല. ആജ് ഏക് വിശേഷ് ബാത് ഹുയി. ഇന്നൊരു പ്രത്യേക കാര്യമുണ്ടായി. ആജ് മേ ദുകാൻ കി ഓർ ചൽ രഹാ ഥാ. ഇന്ന് ഞാൻ കടയിലേക്ക് നടന്നു പോവുകയായിരുന്നു. തബ് ഏക് ജഗഹ പർ ഏക് വ്യക്തി ബൈഠത്തെ ഹുയെ ദേഖാ. അപ്പോൾ ഒരിടത്ത് ഒരു ആൾ ഇരിക്കുന്നതായി കണ്ടു. നിരാശ് ദീക്പട. അയാൾ വളരെ നിരാശനായി കാണപ്പെട്ടു. ഉസെ മേ നഹി ജാൻതാ ഥാ. അയാളെ എനിക്ക് അറിയില്ലായിരുന്നു. മേ ഉസ്കെ പാസ് ആയ. ഞാൻ അയാളുടെ അടുക്കൽ വന്നു. മേനെ ഉസ്കി ഓർ ഹാത്ത് ബഠായ. ഞാൻ അയാളുടെ നേരെ കൈ നീട്ടി. വ മേരാ ഹാത്ത് പകഡ്കർ മേരെ സാത്ത് ചല. അയാൾ എൻ്റെ കൈ പിടിച്ച് എന്നോടൊപ്പം നടന്നു. മേരാ യേ കാം ഉസെ ആശ്വാസൻ ഹുവാ ഹോഗ. എൻ്റെ ഈ പ്രവൃത്തി അയാൾക്ക് ആശ്വാസമായിരുന്നിരിക്കണം. ഹം ഇസ്കെ പേലെ കഭി ദേഖാ ഭി നഹി ഥാ. ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. किसी की हताशा जानने के लिए उसके नाम, पता, उम्र, ओहदा आदि जानने की आवश्यकता नहीं. ആരുടെയെങ്കിലും സങ്കടം അറിയുന്നതിന് വേണ്ടി അയാളുടെ പേരോ അഡ്രസ്സോ വയസ്സോ ഔദ്യോഗിക പദവിയോ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല. तुम्हारे पिताजी और माताजी को मेरा प्रणाम. छोटी बहन को मेरा प्यार. നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. ഇളയ സഹോദരിക്ക് എൻ്റെ സ്നേഹാന്വേഷണം. ജവാബ് की प्रतीक्षा में तुम्हारा मित्र. हस्ताक्षर विनोद कुमार शुक्ल. सेवा में नाम, पता. ഏഴാമത്തെ ചോദ്യം, മോർപാൽ की पढ़ाई 8वीं कक्षा के बाद छूट जाता है. മോർപാലിന്റെ പഠിത്തം 8ാം ക്ലാസ്സിൽ വെച്ച് അവസാനിക്കുന്നു. മോർപാൽ बहुत दुखी है. മോർപാൽ വളരെ ദുഃഖിതനാണ്. इसके आधार पर अपने मित्र के नाम മോർപാൽ का पत्र तैयार करें. ഇതിനെ അടിസ്ഥാനമാക്കി തന്റെ കൂട്ടുകാരന്റെ പേരിൽ മോർപാൽ എഴുതുന്ന ഒരു കത്ത് തയ്യാറാക്കുക. ഉത്തരം സ്ഥാൻ, താരീഖ്. प्रिय मित्र, तुम कैसे हो? पढ़ाई कैसे चल रही है? परीक्षा की तैयारी में होंगे. एक विशेष बात बताने के लिए पत्र लिखता. ഒരു പ്രത്യേക കാര്യം എഴുതുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ആജ് സവേരെ പിതാജി ने कहा कि कल से स्कूल नहीं जाए. ഇന്ന് രാവിലെ അച്ഛൻ എന്നോട് പറഞ്ഞു നാളെ മുതൽ സ്കൂളിൽ പോകണ്ട എന്ന്. मेरा परिवार बहुत गरीब है ना. എൻ്റെ കുടുംബം വളരെ ദരിദ്രമല്ലേ. इसलिए कल से पिताजी के साथ खेत मजूरी करने जाना है. അതുകൊണ്ട് നാളെ മുതൽ അച്ഛനോടൊപ്പം കൃഷി ചെയ്യുന്നതിനായി പോകണം. മുझे आगे पढ़ने का शौक है. എനിക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. मैं स्कूल जाए बिना मिहिर को कैसे मिलूंगा. ഞാൻ സ്കൂളിൽ പോകാതിരുന്നാൽ മിഹിറിനെ എങ്ങനെ കാണും. സ്കൂൾ के मेरे दोस्तों में सबसे जिगरी दोस्त मिहिर ही है. സ്കൂളിലെ എൻ്റെ കൂട്ടുകാരിൽ ഏറ്റവും ആത്മാർത്ഥ കൂട്ടുകാരനാണ് മിഹിർ. मुझे सारे दिन രാജ്മ ചാവൽ देता था. എനിക്ക് എല്ലാ ദിവസവും രാജ്മ ചാവൽ നൽകുമായിരുന്നു. ബദലെ में उसको मैं छाछ देता था. പകരം ഞാൻ അവന് മോര് നൽകുമായിരുന്നു. मेरे जैसे मिहिर भी दुखी होगा. എന്നെ പോലെ മിഹിറും വളരെ ദുഃഖിതനായിരിക്കും. मुझे सिर्फ एक जोड़ा नीली खाकी യൂണിഫോം ही थी. എനിക്ക് കേവലം ഒരു ജോഡി നീലയും കാക്കിയും നിറത്തിലുള്ള യൂണിഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. तब भी सारे दिन स्कूल जाना पसंद था. എന്നിട്ടും എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നു. आगे मैं क्या करूं. ഇനി ഞാൻ എന്ത് ചെയ്യും. तुम्हारी माताजी और पिताजी को मेरा प्रणाम. छोटी बहन को मेरा प्यार. तुम्हारी जवाब की प्रतीक्षा में हस्ताक्षर മോർപാൽ. സേവാ में नाम, पता. ഇവിടെ കത്തൊക്കെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹസ്താക്ഷർ, നാം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ താഴെ ഭാഗത്തേക്ക് വേണം സേവാ में नाम, पता എന്നുള്ള കാര്യം എഴുതുവാൻ. ഇവിടെ ഈ സ്ക്രീനിൽ നമുക്ക് ഈ കത്ത് ഒറ്റ സ്ലൈഡിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല, താഴേക്ക് വേണം എഴുതുവാനായിട്ട്. എട്ടാമത്തെ ചോദ്യം, മോർപാൽ की पढ़ाई 8वीं कक्षा के बाद छूट जाता है. മോർപാലിന്റെ പഠിത്തം 8ാം ക്ലാസ്സിൽ വെച്ച് അവസാനിക്കുന്നു. इस पर मिहिर बहुत दुखी है. ഈ കാരണത്താൽ മിഹിർ വളരെ ദുഃഖിതനാണ്. इसके आधार पर अपने मित्र के नाम मिहिर का पत्र तैयार करें. ഇതിനെ അടിസ്ഥാനമാക്കി തൻ്റെ കൂട്ടുകാരൻ്റെ പേരിൽ മിഹിർ എഴുതുന്ന കത്ത് തയ്യാറാക്കുക. उत्तरम स्थान, तारीख. प्रिय मित्र, तुम कैसे हो? मैं यहाँ कुशलता से. पढ़ाई कैसे चल रही है? एक विशेष बात बताने के लिए आप यह पत्र लिखता हूँ. मेरी कक्षा में एक मित्र है, उसका नाम मोरपाल है.
ഞാനൊരു പ്രത്യേക കാര്യം എഴുതുന്നതിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ ക്ലാസ്സിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ പേര് മോർപാൽ എന്നാണ്. സാരേ ദിൻ മോർപാൽ മേരെ ലിയെ ഛാച്ച് ലാത്താ ഹൈ. എല്ലാ ദിവസവും മോർപാൽ എനിക്ക് വേണ്ടി മോര് കൊണ്ടുവരുന്നു. ബദലേ മേ മേ ഉസ്കോ രാജ്മാ ചാവൽ ദേത്താ ഹൂം. പകരം ഞാൻ അവന് രാജ്മാ ചാവൽ നൽകുന്നു. ആജ് മോർപാൽ ने मुझसे कहा कि वह कल से स्कूल नहीं आएगा. ഇന്ന് മോർപാൽ എന്നോട് പറഞ്ഞു നാളെ മുതൽ അവൻ സ്കൂളിൽ വരില്ല എന്ന്. മേ സുന്ദർ സ്തബ്ധ രഹ ഗയ. ഇത് കേട്ടപ്പോൾ ഞാൻ സ്തബ്ധനായി. വ ഗരീബ് ഹേ തോ ഭി പഠ്നെ മേ ഹോഷിയാർ ഹേ. അവൻ ദരിദ്രനാണെങ്കിൽ കൂടിയും പഠിക്കാൻ മിടുക്കനാണ്. മുझे तो स्कूल जाना पसंद नहीं. എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. മോർപാൽ കൽ സെ അപ്നെ പിതാ കെ സാത്ത് ഖേത് മജൂരി കർനെ ജായേഗാ. മോർപാൽ അവൻ്റെ അച്ഛനോടൊപ്പം നാളെ മുതൽ കൃഷി ചെയ്യുന്നതിനായി പോകും. മേ മോർപാൽ കി ദോസ്തിക്ക് കാരണം ഹി സ്കൂൾ ജാത്താ താ. ഞാൻ മോർപാലുമായിട്ടുള്ള സൗഹൃദം കാരണം മാത്രമാണ് സ്കൂളിൽ പോകാറുണ്ടായിരുന്നത്. കൽസെ മേ കേസെ സ്കൂൾ ജാവും. നാളെ മുതൽ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? കിസ്സെ ദോസ്തി കരും. ഞാൻ ആരോട് കൂട്ടുകൂടും? മേ ബഹുത് ഉദാസും. ഞാൻ വളരെ ദുഃഖിതനാണ്. तुम्हारे पिताजी और माताजी को मेरा प्रणाम. छोटे भाई को मेरा प्यार. जवाब की प्रतीक्षा में हस्ताक्षर मिहिर. सेवा में नाम पता. 9ാമത്തെ ചോദ്യം. അയാം കലാം സിനിമ के अंत में छोटू का सपना साकार होता है. അയാം കലാം എന്ന സിനിമയുടെ അവസാനം छोटूവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. इसके बारे में छोटू रणविजय के नाम पर पत्र लिखता है. ഇതിനെ അടിസ്ഥാനമാക്കി छोटू रणविजयന്റെ പേരിൽ ഒരു കത്ത് എഴുതുന്നു. छोटू का वह पत्र तैयार करें. छोटूവിന്റെ ആ കത്ത് സങ്കല്പിച്ചെഴുതുക. ഉത്തരം स्थान तारीख. प्रिय मित्र तुम कैसे हो? मैं यहाँ कुशल हूँ. पढ़ाई कैसे चल रही है? परीक्षा की तैयारी में होंगे. നിനക്ക് സുഖമാണോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? പരീക്ഷയുടെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ? एक खुशी की बात बताने के लिए पत्र लिखता हूँ. ഒരു സന്തോഷകരമായ കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ആജ് മേരെ ലിയെ അവിസ്മരണീയ ദിൻ ഹെ. ഇന്ന് എന്നെ സംബന്ധിച്ച് മറക്കാനാവാത്തൊരു ദിവസമാണ്. വർഷോ സെ ഹോനെ വാല മേര സപ്ന ആജ് സഫൽ ഹുവ. വർഷങ്ങളായി ഉണ്ടായിരുന്ന എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. മേരി ഇച്ഛാ ഥേ കി ദില്ലി ജാക്കർ കലാം ജി സെ മിൽന. എൻ്റെ ആഗ്രഹമായിരുന്നു ഡൽഹിയിൽ പോയി കലാമിനെ കാണുക എന്നത്. विदेशी टूरिस्ट लूसी मैडम ने मुझसे कहा था कि वे मुझे दिल्ली ले जाएंगे. വിദേശി ടൂറിസ്റ്റായ ലൂസി മാഡം എന്നോട് പറഞ്ഞിരുന്നു അവർ എന്നെ ഡൽഹിയിൽ കൊണ്ടുപോകുമെന്ന്. കലാംജി സെ മിൽനെ കാ അവസർ ഭി ദേങ്കി. കലാംജിയെ കാണുന്നതിനുള്ള അവസരവും നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഉസ് സമയ തക് ഇന്തസാർ കർനെ കി ക്ഷമ മുझे नहीं थी. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. इसलिए मैं अकेला दिल्ली गया. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയി. रास्ते में बहुत मुश्किलें हुई. വഴിയിൽ വെച്ച് ഒത്തിരിയധികം പ്രയാസങ്ങളുണ്ടായി. കലാംജിക്ക് നാം पर लिखी चिट्ठी मेरी जेब में थी. കലാംജിയുടെ പേരിൽ എഴുതിയിരുന്നതായ കത്ത് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. വ കലാംജിക്ക് ഹാത്ത് में दी. അത് കലാംജിയുടെ കയ്യിൽ കൊടുത്തു. കലാംജിക്ക് സാത്ത് ഖड़े होकर एक फोटो भी लिया. കലാംജിയുടെ ഒപ്പം ഇരുന്ന് ഒരു ഫോട്ടോയും എടുത്തു. ഈ അനുഭവം വർണ്ണനാതീത് ഹെ. ഈ അനുഭവം വർണ്ണിക്കാവുന്നതിലും അപ്പുറത്താണ്. अब मैं दिल्ली में हूँ. ഇപ്പം ഞാൻ ഡൽഹിയിലാണ്. तुम्हारी माताजी और पिताजी को मेरा प्रणाम. छोटे भाई को मेरा प्यार. तुम्हारी जवाब की प्रतीक्षा में हस्ताक्षर छोटू. सेवा में नाम पता. 10ാമത്തെ ചോദ്യം. रणविजय से उसके स्कूल में भाषण देने के लिए कहा. वह परेशान हुआ. रणविजयനോട് അവൻ്റെ സ്കൂളിൽ പ്രസംഗിക്കുന്നതിനായി പറഞ്ഞു. അവൻ വളരെ പരിഭ്രാന്തനായി. लेकिन छोटू ने उसकी सहायता की. എന്നാൽ छोटू അവനെ സഹായിച്ചു. इसके बारे में मित्र के नाम पर रणविजय का पत्र तैयार करें. ഇതിനെ സംബന്ധിച്ച് ഫ്രണ്ടിന്റെ പേരിൽ ഒരു रणविजयന്റെ ഒരു കത്ത് എഴുതുക. स्थान तारीख. प्रिय मित्र तुम कैसे हो? कुशल से हो? यह वहाँ का मौसम कैसा है? ठंड है या गरम? നിനക്ക് സുഖമാണോ? അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെ? തണുപ്പാണോ ചൂടാണോ? एक विशेष बात बताने के लिए पत्र लिखता हूँ. ഒരു പ്രത്യേക കാര്യം എഴുതുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. आज मेरे लिए खुशी का दिन है. എന്നെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ദിവസമാണ്. मुझे हिंदी भाषण में प्रथम पुरस्कार मिले. എനിക്ക് ഹിന്ദി പ്രസംഗത്തിന് 1ാം സ്ഥാനം കിട്ടി. मेरा दोस्त छोटू से मैं आभार हूँ. എൻ്റെ കൂട്ടുകാരൻ छोटूവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. पिछले दिन मेरे अध्यापक जी ने कहा कि कल हिंदी में भाषण देना है. കഴിഞ്ഞ ദിവസം എൻ്റെ അധ്യാപകൻ എന്നോട് പറഞ്ഞു നാളെ ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്ന്. മേ പരേശാൻ ഹുവ. ഞാൻ വളരെ പരിഭ്രാന്തനായി. ക്യോങ്കി മേ ഹിന്ദി നെഹി ജാനതാ ഥാ. കാരണം എനിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു. അബ് ക്യാ കറൂ. ഇനി എന്ത് ചെയ്യും? ഇസി ചിന്താ സെ ബഹുത് സമയം ബീത് ഗയ. ഈ ചിന്തയാൽ വളരെ സമയം കഴിഞ്ഞു പോയി. ഇത്നെ മേ മുझे छोटू की याद आई.
ഇതിനിടയിൽ എനിക്ക് ചോട്ടുവിനെ കുറിച്ച് ഓർമ്മ വന്നു. വഹ അച്ഛി തര ഹിന്ദി ജാനാഹി, അവന് നന്നായിട്ട് ഹിന്ദി അറിയാം. മേനെ ജൽദി ഉസ്കെ പാസ് ജാക്കർ മേരാ ഹാൽ ബതായ, ഞാൻ വേഗം അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ കാര്യം പറഞ്ഞു. ഉസ്നെ മുझे ആശ്വാസം ദിയ, അവൻ എന്നെ ആശ്വസിപ്പിച്ചു. ഹിന്ദി മേ ഏക് അച്ഛാ ഭാഷൺ ഭി ലിഖ് ദിയ, ഹിന്ദിയിൽ ഒരു നല്ല പ്രസംഗവും എഴുതി തന്നു. മേനെ ഏ ഭാഷൺ പഠിക്കർ പ്രസ്തുത് കിയ, ഞാൻ ആ പ്രസംഗം പഠിച്ച് അവതരിപ്പിച്ചു. മേരാ ഭാഷൺ സുൻകർ വഹാ ബൈഠെ സബ്നെ താലിയാൻ ബജായി, എൻ്റെ പ്രസംഗം കേട്ട് അവിടെ ഇരുന്ന എല്ലാവരും ക്ലാപ്പ് ചെയ്തു. മേനെ മുഖ്യ അതിഥി സെ ഹിന്ദി ഭാഷൺ കാ പ്രഥം പുരസ്കാർ സ്വീകാർ കിയ, ഞാൻ ചീഫ് ഗസ്റ്റിൽ നിന്ന് ഹിന്ദി പ്രസംഗത്തിനുള്ള ഒന്നാം സമ്മാനം സ്വീകരിച്ചു. तुम्हारे पिताजी और माताजी को मेरा प्रणाम, छोटे भाई को मेरा प्यार, जवाब की प्रतीक्षा में हस्ताक्षर रणविजय, सेवा में नाम पता. 11ാമത്തെ ചോദ്യം, റാണ के കാര്യദ്വാര ने छोटू पर चोरी का आरोप लगाया, छोटू बहुत दुखी हुआ. റാണയുടെ ഉദ്യോഗസ്ഥർ ചോട്ടുവിൻ്റെ മേൽ മോഷണ കുറ്റം ആരോപിച്ചു. ചോട്ടു വളരെ ദുഃഖിതനായി. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി തൻ്റെ മറ്റൊരു കൂട്ടുകാരൻ്റെ പേരിൽ ചോട്ടുവിൻ്റെ കത്ത് തയ്യാറാക്കുക. उत्तरम स्थान तारीख. प्रिय मित्र, तुम कैसे हो, पढ़ाई कैसे चल रही है, तुमको एक दुखी बात बताने के लिए यह पत्र लिखता हूँ. നിന്നോട് ദുഃഖകരമായ ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. ആജ് ഠാണി കെ റാണ കെ കാര്യത്തെ മേരെ ഘർ മേ ആയി, ഇന്ന് ഠാണിയിലെ റാണയുടെ ഉദ്യോഗസ്ഥർ എൻ്റെ വീട്ടിൽ വന്നു. യഹാം തലാശി ലേനെ पर उनको कुंवर रणविजय की चीजें मिली, ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് അവർക്ക് കുംവർ रणविजय അല്ലെങ്കിൽ रणविजय രാജകുമാരൻ്റെ സാധനങ്ങൾ വസ്തുക്കൾ കിട്ടി. ഈ ചീസ് മേരിലെ रणविजयനെ ഹി ദീ थी, ആ വസ്തുക്കൾ रणविजय തന്നെ എനിക്ക് നൽകിയതായിരുന്നു. ലേക്കിൻ റാണ കെ കാര്യം തോനെ മുझ് पर चोरी का आरोप लगाया, എന്നാൽ റാണയുടെ ഉദ്യോഗസ്ഥർ എൻ്റെ മേൽ മോഷണ കുറ്റം ആരോപിച്ചു. മുझे उनसे दंड मिला, എനിക്ക് അവരിൽ നിന്ന് ശിക്ഷ കിട്ടി. मैंने नहीं बताया कि ये चीज़ें रणविजय ने मुझे दी है, ഞാൻ അവരോട് പറഞ്ഞില്ല ഇവയെല്ലാം रणविजय എനിക്ക് തന്നതാണെന്ന്. ये बताए दो रणविजय को मेरी दोस्ती के नाम पर दंड मिलेगा, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരണത്തിൻ്റെ പേരിൽ रणविजयന് അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ रणविजयന് ശിക്ഷ കിട്ടും. इसलिए मैं चुपके से दंड स्वीकार किया, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ ശിക്ഷ സ്വീകരിച്ചു. मैं रणविजय की दोस्ती छूटना नहीं चाहता हूँ, ഞാൻ रणविजയുമായിട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. तुम्हारे पिताजी और माताजी को मेरा प्रणाम, छोटी बहन को मेरा प्यार, तुम्हारी जवाब की प्रतीक्षा में हस्ताक्षर छोटू, सेवा में नाम पता. അടുത്ത 12ാമത്തെ ചോദ്യം, സ്റ്റേജ് पर होने वाली घटना के आधार पर सहेली के नाम पर चार्ली की माँ का पत्र तैयार किया. സ്റ്റേജിൽ ഉണ്ടായ സംഭവത്തെ അടിസ്ഥാനമാക്കി കൂട്ടുകാരിയുടെ പേരിൽ ചാർലിയുടെ അമ്മയുടെ കത്ത് തയ്യാറാക്കുക. ഉത്തരം ലണ്ടൻ താരീഖ് അല്ലെങ്കിൽ സ്ഥാൻ താരീഖ് എന്ന് കൊടുത്താലും മതിയാകും. പ്രിയ സഹേലി, തും കേസി ഹോ, നൗക്കരി സബ് കേസി ചൽ രഹി ഹേ, നിനക്ക് സുഖമാണോ, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു. പിछले പത്ര കോ ക്യോ ജവാബ് നഹി ദിയ, കഴിഞ്ഞ കത്തിന് നീ എന്തുകൊണ്ടാണ് മറുപടി അയക്കാഞ്ഞത്. തുംസെ ഏക് വിശേഷ് ബാത് ബത്താനെ കെ ലിയേ പത്ര ലിഖ്തി, നിന്നോടൊരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. ആജ് മേ പ്രസിഡൻസി ഹോൾ മേ ഭരെ ലോഗോं के सामने गाना गा रही थी, ഞാൻ പ്രസിഡൻസി ഹാളിൽ നിറഞ്ഞ ഓഡിയൻസിന് മുമ്പിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബ് മേരി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോഗി, അപ്പോൾ എൻ്റെ ശബ്ദം മുറിഞ്ഞ് പിറുപിറുക്കലായി മാറി. ലോക് ചില്ലാനെ ലഗേ, ആളുകളെല്ലാം ബഹളം വയ്ക്കാൻ തുടങ്ങി. മുझे സ്റ്റേജ് സെ ഹട്നെ കോ മജ്ബൂർ കർ ദിയ, എനിക്ക് സ്റ്റേജിൽ നിന്ന് പിന്മാറേണ്ടതായി വന്നു. മാനേജർ കെ ജിദ് കെ കാരണം മേനെ ചാർലി കോ സ്റ്റേജ് पर भेजा, മാനേജറുടെ നിർബന്ധം കാരണം ഞാൻ ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. उसने अपने तरीके से जैक जोन्स का गाना गाया, അവൻ അവൻ്റെതായ രീതിയിൽ ജാക്ക് ജോൺസിൻ്റെ പാട്ട് പാടി. യह सुनकर सारे दर्शक സ്റ്റേജ് पर पैसे फेंकने लगे, ഇത് കേട്ടിട്ട് ഓഡിയൻസ് എല്ലാവരും സ്റ്റേജിലേക്ക് പൈസ വാരി എറിയാൻ തുടങ്ങി. तब चार्ली ने गाना रोककर दर्शकों से बताया कि पैसे बटोरने के बाद गाएगा, അപ്പോൾ ചാർലി പാട്ട് നിർത്തിയതിന് ശേഷം ഓഡിയൻസിനോട് പറഞ്ഞു, ഞാൻ പൈസ ശേഖരിച്ചതിന് ശേഷം പാട്ട് പാടാമെന്ന്. ചാർലിക്ക് മാസൂമിയത്ത് ദേക്കർ ഹോൾ ഹസി ഘർ ബൻ ഗയ, ചാർലിയുടെ നിഷ്കളങ്കത കണ്ടിട്ട് ഹോൾ ചിരി ഭവനമായി മാറി. तब മാനേജർ एक रूमाल में पैसे बटोरकर स्टेज के पीछे जाने लगा, അപ്പോൾ മാനേജർ ഒരു കർച്ചീഫിൽ പൈസ ശേഖരിച്ച് സ്റ്റേജിന് പിന്നിലേക്ക് പോകാൻ തുടങ്ങി. ये देखकर चार्ली ने दर्शकों से शिकायत की, ഇത് കണ്ടിട്ട് ചാർലി ഓഡിയൻസിനോട് പരാതി പറഞ്ഞു. ये सुनकर दर्शकों की हंसी बढ़ गई, ഇത് കേട്ടിട്ട് ഓഡിയൻസിൻ്റെ ചിരി കൂടി. मैं अब खुश हूँ,
कि मैं गा नहीं सकी तो भी ചാർലി से दर्शकों को खुशी हुई. ഞാൻ വളരെ സന്തോഷവതിയാണ്, കാരണം എനിക്ക് പാടാൻ കഴിഞ്ഞില്ലെങ്കിലും ചാർലി ഓഡിയൻസിനെ സന്തോഷിപ്പിച്ചല്ലോ. मैं सोचती हूँ कि परिवार वाले सब कुशलता से हैं. ഞാൻ കരുതുന്നു കുടുംബാംഗങ്ങളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന്. सबको मेरा नमस्कार. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. तुम्हारी जवाब की प्रतीक्षा में हस्ताक्षर हन्ना, सेवा में नाम पता. പാഠപുസ്തകത്തിൽ ചാർലിയുടെ അമ്മയുടെ പേര് വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല. ഹന്ന എന്നാണ് ചാർലിയുടെ അമ്മയുടെ പേര്. 11ാമത്തെ ചോദ്യം. मैनेजर रूमाल में पैसे बटोरते समय चार्ली को लगा कि मैनेजर खुद पैसे रख लेना चाहता है. इस प्रसंग के आधार पर मित्र के नाम चार्ली का पत्र तैयार करें. മാനേജർ കർച്ചീഫിൽ പൈസ ശേഖരിച്ച് കൊണ്ട് പോകുന്ന സമയത്ത് ചാർലിക്ക് തോന്നി മാനേജർ സ്വയം ആ പൈസ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ചാർലി തൻ്റെ കൂട്ടുകാരൻ്റെ പേരിൽ എഴുതുന്ന കത്ത് തയ്യാറാക്കുക. उत्तरम. लंदन. तारीख. प्रिय मित्र, तुम कैसे हो? मैं यहाँ कुशल से हूँ. पढ़ाई कैसे चल रही है? आज मेरे लिए खुशी का दिन है. आज मेरी माँ यहाँ के प्रेसिडेंसी हॉल में गाना गा रही थी. तब माँ की आवाज़ फुसफुसाहट में तब्दील हो गई. यह सुनकर मैं स्टेज के पीछे खड़ा होकर हंसने लगा. माँ को स्टेज से हटना पड़ा. माँ और मैनेजर के बीच बहस हुआ. कुछ समय के बाद माँ आकर मुझे स्टेज पर ले गई. मुझे स्टेज पर अकेला छोड़कर माँ स्टेज के पीछे गई. मुझे पहले संकोच हुआ. कुछ समय के बाद दर्शकों के आगे एक गाना गाया. यह सुनकर उन्होंने स्टेज पर पैसे फेंक दिए. मैंने उनके सामने नृत्य किया. मेरी माँ सहित अनेक गायकों की नकल उतारी. सभी दर्शकों ने खड़े होकर तालियां बजाई. उन्होंने माँ से हाथ मिलाकर मेरी तारीफ की. उन्होंने माँ से कहा कि मैं महान कलाकार बनूंगा. आज मेरे जीवन का अविस्मरणीय दिन है. तुम्हारी माताजी और पिताजी को मेरा प्रणाम. छोटे भाई को मेरा प्यार. जवाब की प्रतीक्षा में हस्ताक्षर ചാർലി, सेवा में नाम पता. ഈ കത്തുകളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മുൻപ് പറഞ്ഞിട്ടുള്ളത് തന്നെ ആയതുകൊണ്ട് കഥാപാത്രങ്ങൾ മാറുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ മലയാളത്തിൽ വിശദീകരിക്കാത്തത്. ഇത്രയും ആണ് നമ്മൾ ഈ ഫോക്കസ് ഏരിയ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ കണ്ടത്. തേർഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ കാണുന്നത് വാർത്താലാപ്, പട്കഥ, പോസ്റ്റർ എന്നിങ്ങനെ 3 കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 3ാമത്തെ വീഡിയോയിൽ കാണാം.